ഗുരുവായൂരിൽ വാണിടുന്നൊരു കരിമുകിൽ വർണ്ണാനിൻ കാത്തളിൽ ചേർന്നു മയങ്ങാൻ ഞാനൊരു തുളസീദളമാകാം. ഗുരുവായൂരിൽ വാണിടുന്നൊരു കരിമുകിൽ വർണ്ണാനിൻ കാത്തളിൽ ചേർന്നു മയങ്ങാൻ ഞാനൊരു തുളസീദളമാകാം. കൃഷ്ണ തുളസീദളമാകാം. നിർമാല്യത്തിനു നിന്നെ തഴുകും നിർമ്മല ജലമാകാം. കൃഷ്ണ നിറദീപപ്രഭയായി നിന്നുകിൽ നിറപുഞ്ചിരിയാകാം. ഞാനും നീരജലനേത്ര അകത്തു ഗർഭഗൃഹമതിൽ പുകയും അഖിലായി മാറിടാം. ദേവ അവിടുത്തെ തിരുമേനിയെ പുല്ലും പീതാംബരമാകാം. പട്ടിൻ പീതാംബരമാകാം. ഉച്ചപൂജ കഴിഞ്ഞൊരു നേരം ഉണ്ണി നിന്നെങ്കിൽ ഉയരും കളഭക്കൂട്ടായി മാറാം ഉലകിൻ നായകനേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. നിന്നെ കാത്തു ബലിപ്പുര തന്നിൽ കുന്നിക്കുരുവാകാം. മാധവരൂപം മസ്തകമേറ്റും മതകരിയായിടാം. എന്നുടെ മതമതു നീ കേട്ടേ. ദീപാരാധന വേളയിൽ നെയ്യിൽ ദീപം തെളിയിക്കാം. കൃഷ്ണ സോപാനപ്പടി ചേർന്നു ജപിക്കും ഇടയ്ക്കയാകാം ഞാൻ. കണ്ണാകിടയ്ക്കു പാടാം ഞാൻ. അടിയൻ ചെയ്യാം തവ തിരുപാതെ അത്താഴ പൂജ. കൃഷ്ണ അടിയന്നേതാം താമസുഖങ്ങൾ അക്ഷരമാ പൂജ. ദേവ അക്ഷയമാ പൂജ. അഷ്ടനിരോഹിണി നാളിൽ ഈ വിധമടിയന്മാരേണം. അതിനായരുടവരശതജാലം അഖിലാണ്ടേശ്വരനേ. ദേവാ അനിലപുരേശ്വരനേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഹരി ഗുരുവായൂരപ്പ 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 ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ദ്വാരകാവാസനാം കൃഷ്ണൻ തന്മുന്നിൽ അന്നു ചെന്നൊരാ ദ്വിജനെ പോലെ ഞാനെത്തി. കണ്ണാനിന്നുടെ മുന്നിലായി അടിയൻ കാത്തു സൂക്ഷിച്ച അക്ഷരത്തിൻ നവിൽപ്പൊതി അങ്ങു തന്നെ എടുക്കേണം. സംഗീതം ചേർത്തു നൽകണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നതാസ്മതേ നാഥ പദാരവിന്ദം
ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ചിന്ത്യതേന്തർഹൃദി ഭാവയുക്തേർമുമുക്ഷുഭി കർമ്മമയോരുപാശാനി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്മായാവലോകലപദർശിതഭാവഹാരി ഭ്രൂമണ്ഡലപ്രഹിതസൗരതമന്ത്രശൗഢൈ പത്ന്യസ്തു ഷോഡശസഹസ്രമനംഗബാണൈർയസ്യേന്ദ്രിയം വിമഥിതും കരണൈർന വിഭ്യ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ ദേവന്മാർ വന്ന് അതിഗംഭീരമായിട്ട് സ്തുതിച്ചു എന്ന് പറയുകയാണ് ശിശുബ്രഹ്മർഷി. ബ്രഹ്മാവ്, മഹാദേവൻ, ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. എന്തിനാണ്? അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ച്, ഭൂമിദേവിയുടെ ആഗ്രഹമനുസരിച്ച്, ജന്മമേയില്ലാത്ത അവിടുന്ന് 16 കലകളോടുകൂടി പരിപൂർണതമനായി അവതരിച്ച് 125 വർഷക്കാലത്തോളം വിവിധങ്ങളായിട്ടുള്ള ലീലകളാടി. അപ്പോ സജ്ജനങ്ങൾ അവിടുത്തെ കീർത്തിയെ പാടിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ അതിമനോഹരമായ ലീലകൾ ഗംഗാനദിയെ പോലെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി പരിശുദ്ധരാക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചതിന് ശേഷം പാപികളെ ശുദ്ധീകരിക്കുന്നതിൽ പ്രധാന ആ ഭാഗം ഗംഗാനദി 2ാം സ്ഥാനത്തേക്ക് വന്നു എന്നാണ്. ശ്രീകൃഷ്ണ ലീലകൾക്കായി പ്രാധാന്യം. ഗംഗാനദിയില് അവിടെ ചെന്ന് വേണം പാപമോചനം നേടാൻ. എന്നാൽ കൃഷ്ണകഥകളല്ല നമ്മുടെ അടുത്തേക്ക് ഭക്തന്മാരുടെ ആ നാവിലൂടെ, ആ രസനയിലൂടെ അനുഗ്രഹത്തിന്റെ ഗംഗയായി ഒഴുകിക്കൊണ്ടിരിക്കണം. അത് ശ്രോത്രേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ഹൃദയത്തിലെ സകല ദോഷങ്ങളെയും ഇല്ലാതെയാക്കണം. അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ വളരെ ധന്യം ധന്യം. ഇപ്പോ ഇനി അവിടുന്ന് തിരിച്ചു വരേണ്ട, ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി ഭഗവാനെ എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ വളരെ ഭംഗിയായിട്ടുള്ള സ്തുതി അതിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ പറഞ്ഞു, അവധാരിതമേ തന്മേ യഥാർത്ഥവിബുധേശ്വര കൃതം കാര്യമഖിലം ഭൂമേ ഭാരാവതാരിത തദിദം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഗൃക്ഷദ്രുഗ്ധം ദേവേലേവ മഹാർണവ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ലോകത്തില് അവതരിച്ചു, പല ലീലകൾ ആടി. ഇനി ഞാൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായിട്ടാണ്. ഇവിടെ ആ യാദവ കുലം കൂടി നശിക്കാൻ പോവാണ്. യാദവ കുലത്തെ ബ്രാഹ്മണ ശാപത്തിലൂടെ ഞാൻ ഇല്ലാതെയാക്കി ഞാൻ സ്വഭാവത്തിലേക്ക് വരും. ഈ ദ്വാരക വെള്ളത്തിനടിയിലായി തീരും എന്നൊക്കെ ആ ദേവന്മാരോട് പറഞ്ഞു. ഇനി ഞാൻ വൈകുണ്ഠത്തിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങയുടെ ലോകത്തിലേക്കും വരാം എന്ന് ഭഗവാൻ ബ്രഹ്മാവിന് പ്രത്യേകം ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടുന്ന് അവരെയൊക്കെ പറഞ്ഞയച്ചത്. ശിശുബ്രഹ്മർഷി പറഞ്ഞു, ഇങ്ങനെ ഭഗവാൻ ഇത്തരത്തിൽ ദേവഗണങ്ങളുടെ സ്തുതിയും വന്ദനവും ഒക്കെ സ്വീകരിച്ച് അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം ഭഗവാൻ ആ യാദവന്മാരെ മുഴുവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പല ദുർനിമിത്തങ്ങളും ഇവിടെ കാണാനുണ്ട്. ബ്രാഹ്മണ ശാപം സത്യമാകും എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഒട്ടും താമസിക്കരുത്, പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകൂ. അവിടെ ചെന്ന് ആ ദക്ഷപ്രജാപതിയുടെ ശാപം കൊണ്ട് ക്ഷയരോഗഗ്രസ്തനായി തീർന്ന ചന്ദ്രൻ പോലും ഈ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധനായി ആ പാപത്തിൽ നിന്ന് മോചിതനായി എന്നാണ്. അപ്പൊ നിങ്ങളുടെ പാപങ്ങളെ ഇല്ലാതെയാക്കാൻ പ്രഭാസ തീർത്ഥത്തിന് കഴിയും. ആരാ പറയണത്? തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ എന്ന് അതിഥി പറഞ്ഞ ആ ഭഗവാനാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോയി ആ വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോ പലതരത്തിലുള്ള ദാനങ്ങൾ, പലതരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ അവരവിടെ ചെയ്തു. എന്നാൽ ഭഗവാൻ ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് ഈ ശാപത്തിൽ പെടുത്താനാണ്
എന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഉദ്ധവന് വേണ്ടതുപോലെ മനസ്സിലായി. ഉദ്ധവൻ അവിടെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഭഗവാനോട് പറഞ്ഞു, അവിടുന്ന് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് അടിയന് മനസ്സിലാവും. അപ്പോ സ്വധാമത്തിലേക്ക് അവിടുത്തെ ഒരിക്കലും വിട്ടുപിരിയാൻ എനിക്ക് സാധിക്കില്ല. അവിടുത്തോടൊപ്പം അവിടുത്തെ ദിവ്യലീലകൾ കണ്ടുകൊണ്ട് അവിടുന്ന് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അവിടുത്തെ സംസദ സഹചാരിയായി അങ്ങയുടെ പാദദാസന്മാരായിട്ടുള്ള ഞങ്ങള് ഈ ദ്വാരകയിൽ കഴിഞ്ഞു. അവിടുന്ന് ആ അനുവദിച്ചു തരുന്ന മാല, അവിടുത്തെ ദിവ്യമായ ചന്ദനം, വസ്ത്രം, അലങ്കാരം ഇതൊക്കെ നിവേദ്യം പോലെ സ്വീകരിച്ച് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കൂടെ പോവാൻ അവിടുത്തെ സ്വധാമത്തിലേക്ക് അടിയനെ കൂടി കൊണ്ടുപോകണം. സ്വധാമനയമാമതി, എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറയാം. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ഇത്തരത്തിൽ ഉദ്ധവന്റെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോ ഇവിടെ ഉദ്ധവൻ എൻ്റെ ഈ ലീലകളെ ഓർത്തും കൊണ്ട് ഉദ്ധവൻ ഇവിടെ ഉണ്ടാവുകയാണ് വേണ്ടത്. എല്ലാത്തിനെയും ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗികളായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. എല്ലാം ഉപേക്ഷിച്ചു. സുധാമനയമാമപി എന്ന് ഉദ്ധവൻ പറഞ്ഞപ്പോ, ഉദ്ധവനെ ഞാൻ കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്, ഉദ്ധവന് ഞാനിവിടെ ഇല്ല എന്നുള്ള തോന്നൽ ഇല്ലാതെയാക്കുന്ന തരത്തിൽ, ഞാനും ഉദ്ധവനും വേറെ വേറെ അല്ല എന്നുള്ള ഭാവത്തിൽ ഞാൻ ഉദ്ധവന് വേണ്ടതൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? എന്റെ നാമങ്ങൾ ജപിക്കുകയും ഉദ്ധവനെ എന്നുള്ള രീതിയിൽ ലോകത്തിന് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ്. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ട് അങ്ങനെ ജീവിക്കാം. സകല തരത്തിലുള്ള ബന്ധങ്ങളെയും ഉപേക്ഷിക്കാം. എല്ലാത്തിനെയും ത്യാഗബുദ്ധിയ കാണുക. ഇതൊക്കെയാണ് വേണ്ടത്. ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയനുസരിച്ച് ഞാൻ ഈ ഭൂമിയിൽ വന്നു. ശാപം കൊണ്ട് ദഗ്ധമായി തീർന്ന യദുകുലം അന്യോന്യം കലഹിച്ച് തമ്മിൽ തല്ലി മരിക്കും. സമുദ്രം 7-ാം ദിവസം, എന്റെ സ്വധാമഗമനത്തിന് ശേഷം 7-ാം ദിവസം സമുദ്രം ഈ ദ്വാരകയെ മുക്കിക്കളയും. ഞാൻ ഈ ലോകം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ കലിയാൽ ഈ ലോകം ആക്രമിക്കപ്പെടും. അപ്പൊ ഈ ഭൂമിയിൽ അങ്ങ് ഇവിടെ ഈ ദ്വാരകയിലല്ല അങ്ങ് കഴിയേണ്ടത്. കാരണം കലികാലത്ത് ജനങ്ങൾ അധർമ്മ തൽപരരായിട്ട് തീരും. അതുകൊണ്ട് എന്തു വേണം? ഭഗവാൻ പറയണം, ത്വംതു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃസമ്യക് സമദൃഗ്വിചരസ്വത. ഇവിടെ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണുകൊണ്ടും ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ഈ പ്രപഞ്ചം ആ മായാമയമായതിനാൽ, മനോമയമായതിനാൽ നശ്വരമാണെന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആ ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ, യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്തസ്ത്യാഗസന്യാസ ലക്ഷണ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. അങ്ങ് പറഞ്ഞു എല്ലാം ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊക്കെ അറിയാം അല്ലേ? ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നമ്മുടേതാണെങ്കിൽ ഉപേക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും ചെറിയൊരു വസ്തുവാണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കും, ആർക്കും കൊടുക്കില്ല. നമുക്ക് പോലും ഉപയോഗമില്ലാതെയായാൽ വലിയ ദാനധർമ്മിഷ്ഠനെ പോലെ മറ്റുള്ളവർക്ക് കൊടുക്കും. എന്നിട്ട് ഞാൻ അവിടെ അനാഥാലയത്തിൽ ഇത്ര കൊടുത്തു എന്നൊക്കെ പേര് പറഞ്ഞ് നടക്കും. എന്താ, നമുക്ക് ഉപയോഗിക്കാൻ വയ്യ, കീറി തുടങ്ങി എന്നപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാം, എന്നാൽ പോലും സൂക്ഷിച്ചു വെക്കുന്നു. അതൊക്കെ ചെറിയ ഉദാഹരണമാണ്. ഇവിടെ ഭഗവാൻ പറയുന്ന തലത്തിലൊന്നുമല്ല, മനസ്സിലാവാൻ എളുപ്പത്തിൽ പറഞ്ഞത് മാത്രം. ത്യാഗോയും ദുഷ്കരോ ഭൂമൻ. ഉദ്ധവൻ പറയുന്ന തലം വേറെ ഒന്നാണ്. ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞുവെങ്കിലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസം കൊണ്ട്, ആ ചിന്ത കൊണ്ട് സർവസംഘ പരിത്യാഗം. ഉദ്ധവൻ പറയുകയാണ്, എന്നെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു? എന്നെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. അസാധാരണക്കാരിൽ അസാധാരണക്കാരനാണ് ബുദ്ധിസത്തവനും ഭക്തോത്തമനുമായിരിക്കും ഉദ്ധവൻ. ഉദ്ധവൻ പോലും എന്താ പറയണത്? ഭഗവാനെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉദ്ധവന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ
അതിൻ്റെ എത്രയോ താഴെ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് ഈ ത്യാഗം കൊണ്ടുവരാൻ സാധിക്കുക? അങ്ങ് പറഞ്ഞു എല്ലാം ഉപേക്ഷിക്കണം. അപ്പൊ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, മനുഷ്യൻ സ്വയം ചിന്തിച്ച് ആത്മാവ് കൊണ്ട് തന്നെ ആത്മാവിനെ വിഷയാവാസനകളിൽ നിന്നൊക്കെ മോചിപ്പിക്കണം. കുറേശ്ശെ അവനവന്റെ ഗുരു അവനവൻ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ആത്മാവിന്റെ ഗുരു ആത്മാവിന് തന്നെ, മനുഷ്യന്റെ ഗുരു മനുഷ്യൻ തന്നെ. മനുഷ്യൻ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടും അനുമാനം കൊണ്ടും നമ്മുടെ സംശയങ്ങളെ ഇല്ലാതെയാക്കണം. ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നിരവധി ഗുരുനാഥന്മാർ ഈ ലോകത്തുണ്ട്. ഞാൻ അങ്ങക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. ആ ഭാഗമാണ് ദത്താത്രേയ ഗീത എന്നറിയപ്പെടുന്നത്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പൂർവികനായ യദു മഹാരാജാവിന് ദത്താത്രേയൻ എന്ന അവധൂതൻ, ഭഗവാന്റെ തന്നെ അവതാരമാണ് ദത്താത്രേയൻ. അത്രി മഹർഷിക്ക് ആ മുഖതനുഗ്രഹം കൊണ്ടുണ്ടായ പുത്രനാണ് ദത്താത്രേയൻ. ഏതായാലും ആ ദത്താത്രേയൻ ആവശ്യം ആ യദു മഹാരാജാവിന് പകർന്നു കൊടുത്ത വിജ്ഞാന ഗംഗ, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു. യദു മഹാരാജാവ് ഒരിക്കൽ തന്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അവധൂതനായിരിക്കുന്ന എല്ലാം ഉപേക്ഷിച്ച ദത്താത്രേയൻ എന്ന ആ മഹാനെ, ആ പണ്ഡിതനെ, ആ ജ്ഞാനിയെ, ആ ഭക്തനെ കാണുന്നു. അപ്പൊ എല്ലാം ഉപേക്ഷിച്ചു. ഇവിടെ യദു മഹാരാജാവ് ചോദിച്ചു, അങ്ങ് ഒരു ചെറിയ കുട്ടിയെ പോലെയാണല്ലോ ഈ ലോകത്ത് നടക്കുന്നത്. എങ്ങനെയാണ് അങ്ങക്ക് ഈ ബുദ്ധി ഈ തലത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചത്? എനിക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പൊതുവിൽ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങ് അനുഭവിക്കുന്ന ഈ ആനന്ദമുണ്ടല്ലോ, അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ ചൈതന്യമുണ്ടല്ലോ, അത് എനിക്കില്ല. ഇത് എങ്ങനെ സാധിക്കും? ആരിൽ നിന്നാണ് അങ്ങ് ഇതൊക്കെ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു, ഉദ്ധവ, അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് 24 ഗുരുക്കന്മാരുണ്ട്. പ്രധാനമായിട്ട് നിരവധി ഗുരുക്കന്മാരുണ്ട്. സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധിപാശ്രിത. എനിക്ക് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ച 24 ഗുരുക്കന്മാര്. ഈ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ ചിലത് ചെയ്യണമെന്നും ചിലത് ചെയ്യരുത് എന്നും പഠിച്ചു. നമ്മുടെ ഈ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലതിനെയും നമ്മൾ കാണുകയും വിവേകം കൊണ്ട് അതിനെ മനസ്സിലാക്കുകയും വേണമെന്ന് പറയാം. ദത്താത്രേയൻ പറഞ്ഞ ഗുരുനാഥന്മാർ ആരൊക്കെയാ? പൃഥിവി, വായു, ആകാശ, ആപോ, നിശ്ചന്ദ്രമാരവി, കപോതോ, അജഗര, സിന്ധു, പതംഗോ, മധുഗർഗജ, മധുഹാ, ഹരിണോ, മീന, പിംഗളാ, കുലരോത്ഭഗ, കുമാരീ, ശരകൃ, സർപ്പ, ഊർണമാഭി, സുപേഷകൾ. ഇതൊക്കെയാണ് എൻ്റെ ഗുരുനാഥന്മാര്. ഈ ഗുരുനാഥന്മാരിൽ നിന്ന് എന്ത് പഠിച്ചു? പൃഥ്വിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്. ഭൂമിയെക്കുറിച്ച് തന്നെ പറയാ, ക്ഷമയാധരിത്രി എന്നാണ്. ക്ഷമയാണ് ഞാൻ പഠിച്ചത്. ഭൂമിയെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിച്ചാലും ഭൂമി അതിനോട് ഒരിക്കലും പ്രതികരിക്കാറില്ല. അതിനെയൊക്കെ സഹിച്ചും കൊണ്ട് സർവം സഹയായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ നിന്ന് ഞാൻ ആനന്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം എന്ന് പഠിച്ചു. ക്ഷമയുള്ളവനെ ജീവിതത്തിൽ ആനന്ദിക്കാൻ സാധിക്കുന്നു. എല്ലാത്തിനും എടുത്തു ചാടുന്ന ആളുകൾ, ക്ഷമയില്ലാതെ ഒരാളോട് ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്ത ആളുകൾക്ക്, നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചില ആളുകളൊക്കെ ആയിട്ടുള്ള ആ വൈരം എത്രയോ കാലങ്ങളായി, തലമുറകളായിട്ട് അതൊക്കെ എന്നിട്ട് മേലിനടിച്ച് പറയും, ഞങ്ങളുടെ മുതുമുത്തച്ഛൻ്റെ കാലം മുതൽ ഞങ്ങൾ ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താ കാരണം? ഞങ്ങളുടെ മുതുമുത്തച്ഛൻ്റെ അച്ഛനെ അയാളുടെ മുതുമുത്തച്ഛൻ്റെ അച്ഛൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മിണ്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത്തരത്തിൽ, ഇതൊരു ചെറിയ ഒരു ഉദാഹരണം മാത്രം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. ക്ഷമ എന്നൊന്നില്ല. വളരെ ക്ഷണഭംഗുരമായിരിക്കുന്ന ഈ ജീവിതം കിട്ടിയിട്ട് അത് സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ചിരിച്ചും കൊണ്ട് അതിനെ കാണാനായിട്ട് സാധിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ക്ഷമ ഞാൻ ഭൂമിയിൽ നിന്ന് പഠിച്ചു. വായുവിൽ നിന്ന് ഞാൻ പഠിച്ചത് നിസ്സംഗത്വം ആണ്. ഒന്നുമായും ബന്ധമില്ല. വായുവിന് സുഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ സുഗന്ധം, ദുർഗന്ധമുള്ള വസ്തുക്കളിൽ കൂടി പോയാൽ ദുർഗന്ധം. ഒന്നും വായുവിനെ ബാധിക്കുന്നില്ല. വായുവിന് എന്താ ഗന്ധം? വായുവിന് ബന്ധമില്ല. മറിച്ച് വായു ഒന്നുമായും സംഘമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒന്നുമായും സംഘം വേണ്ട. അതുമായി ബന്ധപ്പെടും, പക്ഷേ അത് നമ്മളെ ബന്ധിക്കരുത്.
നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധം വേണം. ആ ബന്ധങ്ങളൊന്നും നമുക്ക് ബന്ധനമാവാതെ കൊണ്ടു നടക്കുകയും വേണം. അപ്പൊ യോഗി പല ധർമ്മങ്ങളോടുകൂടിയ വിഷയങ്ങളിൽ പ്രവർത്തിച്ചാലും വായുവിനെ പോലെ ഗുണദോഷങ്ങളിൽ നിന്ന് അതീതനായിരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചു. പിന്നെ ആകാശം ആ ഈശ്വരനെ എനിക്ക് കാണിച്ചു തന്നു. എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരേ ഒരു ആകാശത്തിന് അതിർത്തി വരമ്പുകളില്ല. നമ്മൾ ഭൂമിയെ വെട്ടിമുറിച്ച് ഇത് എന്റെ ഭാഗം, ഇത് മറ്റുള്ളവരുടെ ഭാഗം, വേലി കെട്ടി, പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വേലി പൊളിച്ച് കുറച്ച് ഇങ്ങോട്ടെടുത്ത് തല്ലുകൂടി ആ ഉള്ള കാലം മുഴുവൻ കഷ്ടപ്പെട്ട് അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. പറയാറുണ്ട് അല്ലേ, മാവേലി എന്നുള്ള സങ്കല്പം തന്നെ വേലിയില്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയാണത്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന അത് പലപ്പോഴും അസാധ്യമാണ് താൻ. നമ്മുടെ കൈവിരലിലെ 5 വിരലുകൾ, കയ്യിലെ 5 വിരലുകൾ പോലെ ഓരോരുത്തരും ഓരോ സ്വഭാവമാണ്, സത്വഗുണ, രജോ ഗുണ, തമോ ഗുണങ്ങൾക്കനുസരിച്ച്. അപ്പൊ എങ്കിലും ഇവിടെ പറയുകയാണ് ആകാശം, ഈ ലോകത്ത് ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ, ഒരേ ഒരു ആകാശം എന്നുള്ളത് പോലെ ആ ആകാശത്തിന്റെ അനന്തത, ആ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. പിന്നെ പറഞ്ഞു അടുത്തതായിട്ട് ആകാശം, അത് കഴിഞ്ഞാൽ ജലം. വായുരാകാശ ആപോഗ്നി ചന്ദ്രമാരവി, ജലം, അഗ്നി, ചന്ദ്രൻ. ജലം ഏതുപോലെ? ജലം വളരെ ശുദ്ധമാണ്. പരിശുദ്ധമായ നിർമ്മലമായ ജലം പോലെ ജീവിക്കണം ഒരു മുനി അല്ലെങ്കിൽ ആനന്ദം ആഗ്രഹിക്കുന്ന ആൾ. അതുകൊണ്ട് ജലത്തിന്റെ മിത്രമായ മുനി തന്റെ ദർശനം, സ്പർശനം, കീർത്തനം എന്നിവ കൊണ്ട് ഗംഗാതി തീർത്ഥം പോലെ ലോകത്തെ ശുദ്ധീകരിക്കുന്നവനാവണം എന്ന് എന്നെ പഠിപ്പിച്ചത് ജലം. അത് കഴിഞ്ഞാൽ ജലം കഴിഞ്ഞാൽ പിന്നെ അഗ്നിയിലേക്ക് എന്ത് സമർപ്പിച്ചാൽ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. ശവശരീരം കത്തിച്ചാലും ഹോമത്തിൽ ആ അഗ്നിയിലേക്ക് ഹോമദ്രവ്യം സമർപ്പിച്ചാലും എല്ലാത്തിനെയും ഒരേപോലെ ശുദ്ധീകരിച്ച് ഭസ്മമാക്കും. ഭസ്മത്തിന്റെ പ്രത്യേകത എന്താ? ഭസ്മം പിന്നെ അതിന് മറ്റൊരവസ്ഥാന്തരമില്ല. ഇതേപോലെ അഗ്നിയെ പോലെ എല്ലാവരെയും ശുദ്ധീകരിക്കണം. ചിലപ്പോ ഒളിഞ്ഞും ചിലപ്പോ തെളിഞ്ഞും, ഒരിക്കലും അഗ്നിയെ ഒരു ദോഷവും ബാധിക്കില്ല. ഇതേപോലെ ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് അഗ്നിയാണ്. അത് കഴിഞ്ഞാൽ അഗ്നി, ചന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ആദ്യത്തെ പ്രഥമ ദിവസം വളരെ ചെറിയൊരു കല, പിന്നെ അതിങ്ങനെ വലുതായി പൗർണമിയുടെ അന്ന് വരുമ്പോഴേക്കും പരിപൂർണനായി, പിന്നെ വീണ്ടും ചെറുതായി അമാവാസിയുടെ അന്ന് കാണാനില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായി ചന്ദ്രന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെയോ ചന്ദ്രന്റെ കലകൾക്ക് ക്ഷയം സംഭവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചന്ദ്രന് വലിപ്പം കുറവുണ്ട് തോന്നുന്നു. അഷ്ടമിയിൽ ഒരു വലിപ്പം, അത് കഴിഞ്ഞാൽ ആ നവമിയിൽ വേറൊരു വലിപ്പം, പൗർണമിയുടെ അന്ന് എത്തുമ്പോഴേക്കും പരിപൂർണൻ. ഇതേപോലെ ആത്മാവിന് നാശമില്ലെന്നും ക്ഷയമുണ്ടാകുന്നത് ശരീരത്തിനാണെന്നും എന്നെ പഠിപ്പിച്ചത് ചന്ദ്രനാണ്. ചന്ദ്രനിൽ നിന്ന് ഞാനിത് പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചന്ദ്രനെ പോലെ ആ ആത്മാവിന് നാശമില്ല എന്ന് എന്നെ പഠിപ്പിച്ചു ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു ആപോഗ്നി ചന്ദ്രമാ രവി, സൂര്യൻ ആകാശത്ത് മിന്നിത്തിളങ്ങുന്നു. സൂര്യൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ഈ ആകാശത്ത് പ്രകാശിക്കുന്നത്? നമ്മളൊന്നും സൂര്യന് കൊടുക്കാറില്ല. സൂര്യൻ ദിവസവും കാലത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. സൂര്യൻ ചൂടും വെളിച്ചവും നൽകുന്നു. നമുക്ക് ബുദ്ധിയെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയുടെ ദേവതയാണ് സൂര്യൻ. സൂര്യോപാസകന്മാര്, ആ സൂര്യോക്ഷത്തിലെ ആളുകളൊക്കെ ബുദ്ധി സാമർഥ്യമുള്ള ആളുകളായിട്ട് തീരുന്നത് അതുകൊണ്ടാണ് അത്രേ. അപ്പൊ സൂര്യനെ പോലെ ആവണം. പരോപകാരാർത്ഥമിതം ശരീരം എന്ന രീതിയിൽ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ഒരേ ഒരു സൂര്യൻ പലതായി കാണുന്നത് പോലെ, പല കണ്ണുകളിലും പലതായി ആ ദർശനത്തെ നൽകുന്നത് സൂര്യനാണ്. അതേപോലെ ഒരേ ഒരു ഈശ്വരൻ പല ദേഹങ്ങളിൽ പല ആത്മസ്വരൂപങ്ങളായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്ന സത്യം എന്നെ പഠിപ്പിച്ചത് രവി. പിന്നെ കപോത, മാടപ്രാവ് ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും. അവർക്ക് കുറച്ച് ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ അവരെ കൂട്ടിലാക്കി
അവര് തീറ്റ തേടാനായിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ തീറ്റ തേടി തിരിച്ചു വന്ന സമയത്തോ ഒരു വേടൻ പക്ഷിക്കുഞ്ഞുങ്ങളെ മുഴുവൻ തൻ്റെ വലയിലാക്കി. ആദ്യം വന്നത് പെൺപക്ഷിയാണ്. തൻ്റെ മക്കള് വലയിലായി എന്ന് മനസ്സിലായി. അവരെ രക്ഷപ്പെടുത്താൻ നോക്കി, സാധിച്ചില്ല. ആ പെൺപക്ഷിയും ആ വേടന്റെ വലയിലേക്ക് എടുത്തു ചാടി. പിന്നാലെ വരുന്നു ആൺപക്ഷി. ആൺപക്ഷി വന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും വേടന്റെ വലയിലായി. തനിക്ക് ഇനിയൊരു ജീവിതമില്ല എന്ന് കരുതി ആ പെൺപക്ഷിയുടെയും തൻ്റെ ആ മക്കളായ പക്ഷിക്കുഞ്ഞുങ്ങളുടെയും കൂടെ ആ വലയിലേക്ക് എടുത്തു ചാടി. വേടൻ എല്ലാവരെയും കൊണ്ട് തിരിച്ചു. എനിക്കിന്ന് മനസ്സിലായത്, ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരമുണ്ടെങ്കിലേ നമുക്ക് ധർമാനുസാരിയായി ഭഗവത്പരമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനെ കേവലം ഇത്തരം ദുഃഖങ്ങളുടെ പേരിൽ നശിപ്പിക്കരുത് എന്ന് ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് പറഞ്ഞു തന്നത് ഈ മാടപ്പിറാവുകളാണ്. അപ്പൊ ഭാഗവതം നാം സാധാരണ പല ആളുകളും പറയാറുണ്ട്, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു പുസ്തകമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇതിലെ ഓരോ തത്വങ്ങളെയും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ പലപ്പോഴും ഇത്തരം ആത്മഹത്യാ പ്രവണതകളിൽ നിന്നൊക്കെ തന്നെ നമ്മളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഈ കപോതങ്ങൾ, ഈ മാടപ്പിറാവുകൾ എൻ്റെ ഗുരുനാഥന്മാരാണ്. അവരെന്നെ പഠിപ്പിച്ചത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളായിട്ട് തീരരുത് എന്നെ പഠിപ്പിച്ചത് ഈ മാടപ്പിറാവുകളാണ്. പിന്നെ അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്താ പഠിപ്പിച്ചത്? യദൃച്ഛാലാഭ സംതൃപ്തി, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് ഞാൻ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കും, വായ പിളർന്ന് കിടക്കും, ഈശ്വര സങ്കല്പം അനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, കിട്ടാത്ത ദിവസം പട്ടിണി കിടക്കും, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ള വലിയൊരു തത്വത്തെ എന്നെ പഠിപ്പിച്ചത് പെരുമ്പാമ്പ്. അങ്ങനെ പെരുമ്പാമ്പും എൻ്റെ ഗുരുനാഥനായി മാറി. പിന്നെ സിന്ധു എന്ന് വെച്ചാൽ സമുദ്രം. അമിതമായ ആഹ്ലാദമോ അമിതമായ ദുഃഖമോ നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല എന്നെ പഠിപ്പിച്ചത് ഈ സമുദ്രമാണ്. ഇതാണ് പറഞ്ഞത്, ബുദ്ധ്യുപാശ്രിത. ബുദ്ധി കൊണ്ടാണ് നമുക്ക് സമുദ്രം കാണുമ്പോൾ ഇങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? ഇത് ഈ സമുദ്രം കാണുമ്പോൾ അധികം സന്തോഷിക്കരുത്, അധികം ദുഃഖിക്കരുത് എന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ അതുപോലെ ചിന്തിക്കണില്ല. നമുക്ക് കുറേ വെള്ളം എന്ന് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ ആ വെള്ളം ആ വലിയ മഴ പെയ്യുമ്പോൾ സമുദ്രം കരകവിഞ്ഞൊഴുകുകയോ മഴയില്ലാത്ത സമയത്ത് സമുദ്രം പറ്റിപ്പോവുകയോ ചെയ്യണില്ല. സമുദ്രം നിരന്തരമായി ആ തിരമാലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും കൊണ്ട് ഒരേപോലെ നിൽക്കുന്നു. അപ്പൊ എനിക്കിതൊന്ന് മനസ്സിലായത്, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാറായി കഴിഞ്ഞാൽ സമുദ്രത്തെ പോലെ അഗാധമായ ആ ചിന്തകൾ, അഗാധമായ അല്ലെ, സമുദ്രത്തിന്റെ ആഴം നമുക്കറിയാൻ സാധിക്കില്ല. ഇതേപോലെ ജീവിച്ചാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. സമുദ്രം എന്നെ വലിയൊരു തത്വം പഠിപ്പിച്ചു. സമുദ്രവും എൻ്റെ ഗുരുനാഥനാണ്. സമുദ്രം കഴിഞ്ഞാൽ സിന്ധു കഴിഞ്ഞാൽ പതംഗ, ഈയാമ്പാറ്റ. ഈയാമ്പാറ്റയെ കണ്ടിട്ട് ഗുരുനാഥനായി തോന്നിയപ്പോ അല്ലെ, ആലോചിച്ച് നോക്കൂ, ഈയാമ്പാറ്റയിൽ നിന്ന് എന്താ പഠിച്ചത്? കാഞ്ചന കാമിനികളിൽ ഭ്രമിച്ചാൽ എന്നാണ് ഇവിടെ പറയുന്നത്. സ്വർണത്തിലും പെണ്ണിലും സ്വർണത്തിലും മണ്ണിലും പൊന്നിലും ഒക്കെ ഭ്രമിച്ചു കഴിഞ്ഞാൽ, അതിപ്പോ പറയുന്ന ആള് ദത്താത്രേയൻ പുരുഷനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, നേരെ തിരിച്ചുമാവാം. അപ്പൊ ഇവിടെ അതിലൊക്കെ താല്പര്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ അഗ്നി ഏതോ വിശേഷമായിട്ടുള്ള വസ്തുവാണെന്ന് കരുതി അതിൽ പോയി സ്വയം എരിഞ്ഞടങ്ങുന്ന ഈയാമ്പാറ്റയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈയാമ്പാറ്റ വലിയൊരു സത്യത്തെ എനിക്ക് പഠിപ്പിച്ചു തന്നു. മധുകൃത് ഗജ. മധുകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനെടുക്കുന്ന ആള്. തേനെടുക്കുന്ന ആള് എന്താ ചെയ്യുന്നത്? തേനെടുക്കുന്ന ആള് തേനീച്ചയെ കൊന്ന് ആ തേനെടുത്തു കൊണ്ടുപോകും. ഇതേപോലെ സമ്പത്ത് കൂടുതൽ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അത് അവസാനം ആപത്തിലേക്ക് നമ്മളെ എത്തിക്കും. ആവശ്യത്തിനെ ഇത് വേണ്ടുന്നതാണ്. തേനെടുക്കുന്ന ആളെന്താ ചെയ്യുന്നത്? തേനീച്ച സംഭരിക്കുന്ന തേൻ മുഴുവൻ ആ തേനീച്ചകളെ കൊന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇതേപോലെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച് അല്ലെ, ബാങ്ക് ബാലൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആളുകൾക്ക് അവസാനം ഉണ്ടാവുന്നു. പലപ്പോഴും പല ആളുകളിൽ നിന്നും ആക്രമണം ഉണ്ടാവുന്നു, അവർ മരിച്ചു പോകുന്നു. നമ്മളൊക്കെ കാണുന്നുണ്ട്. വലിയ വലിയ ആളുകളൊക്കെ
ധാരാളം സമ്പത്തുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ആ തേനെടുക്കുന്ന ആള് എൻ്റെ ഗുരുനാഥനായി. പിന്നെ ആന സ്പർശസുഖത്തെ കാണിച്ചു. ആ സ്പർശസുഖം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കാണിക്കുകയാണ് ആനയെ ഇങ്ങനെ പിടികൂടുന്നത് വലിയ വാരിക്കുഴി ഉണ്ടാക്കി ആ വാരിക്കുഴിയുടെ മറുഭാഗത്ത് വലിയ ഒരു മനോഹരമായിട്ടുള്ളൊരു കാടിന്റെ നടുവില് വാരിക്കുഴി ഉണ്ടാക്കി അതിനപ്പുറത്തായിട്ട് ഒരു പിടിയാനയെ കൊണ്ടുവന്ന് നിർത്തും. പിടിയാനയെ കൊണ്ടുവന്ന് നിർത്തി കുറച്ചു കഴിയുമ്പോൾ ഈ ആനയുമായിട്ടുള്ള സ്പർശസുഖം മോഹിച്ച് കൊമ്പനാന പതുക്കെ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വന്ന് ഏകദേശം അടുത്തെത്താറാകുമ്പോഴേക്കും വാരിക്കുഴിയിൽ വീഴും. പിന്നെ കയറാൻ നിർത്തിയില്ല. ഈ കൊമ്പനാനയുടെ അടുത്ത് നിന്ന് പിടിയാനയെ അതിൻ്റെ ആളുകൾ കൊണ്ടുപോയി ചെയ്യും. പിന്നെ കുഴിയിൽ കിടത്തി കഷ്ടപ്പെടുത്തി ചങ്ങലക്കിട്ട് ബന്ധിച്ച് കൊണ്ടുപോയി പണിയെടുപ്പിക്കും. ഇതേപോലെ സ്ത്രീകൾ പുരുഷന്മാരിലും കാണിക്കുന്ന ഇത്തരം സ്പർശസുഖങ്ങൾ പലപ്പോഴും നമ്മളെ ബന്ധനത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയൊരു സത്യത്തെ പറഞ്ഞു തന്നത് ഈ ആനയാണ്. അതുകൊണ്ട് ആനയും എൻ്റെ ഗുരുനാഥൻ. മധുപ തേനീച്ച എന്നെ പഠിപ്പിച്ചത് മറ്റൊരു വലിയ കാര്യം. തേനീച്ച ഓരോ പൂക്കളിലും പോവും. ആ പൂവിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള തേൻ മാത്രം സ്വീകരിക്കും, പിന്നെ അടുത്ത പൂവിലേക്ക്. ഇതേപോലെ ലോകത്തിൽ അനേക ശാസ്ത്രങ്ങളുണ്ടെന്നും ആ ശാസ്ത്രങ്ങളിൽ നിന്ന് അതിന്റെ സാരത്തെ മാത്രം ഗ്രഹിക്കണമെന്നും സാരഗ്രാഹിയായിരിക്കണമെന്നും വലിയൊരു തത്വത്തെ എന്നെ പഠിപ്പിച്ചത് തേനീച്ചയാണ് എന്ന് പറഞ്ഞു. പിന്നെ മാനിൽ നിന്ന് ഞാൻ പഠിച്ചത് ശ്രോത്രേന്ദ്രിയം, അതിനെ ശ്രദ്ധിക്കണം. ശ്രോത്രേന്ദ്രിയത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ചെവി വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ, വേണ്ടത് കേൾക്കാനും വേണ്ടാത്തത് കേൾക്കാതിരിക്കാനും ഉള്ള ശക്തി ചെവിക്കുണ്ടാവണം എന്നെ പഠിപ്പിച്ചത് മാനാണ്. മാൻ എന്ത് ചെയ്യണു? മാൻ ഒരു സ്ഥലത്ത് ആ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള ഓടക്കുഴൽ നാദം കേൾക്കുന്നു. അതിനെ കേൾക്കാൻ വേണ്ടി ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് കാട്ടാളൻ അമ്പെയ്ത് പിടികൂടുന്നു. ഇതേപോലെ ഗ്രാമ്യഗീതങ്ങളുടെ പിന്നാലെ പോയാൽ, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചാൽ അപകടം ഉണ്ടാവുമെന്ന് എന്നെ പഠിപ്പിച്ചത് മാനാണ്. പിന്നെ മത്സ്യം, രുചിയുടെ പിന്നാലെ പോയാലുണ്ടായ അപകടത്തെ കാണിച്ചു തന്നത് മത്സ്യം. എത്രയോ മത്സ്യങ്ങളിലെ ചൂണ്ടയിൽ ഇരയെ കോർത്ത് ആ മത്സ്യം പിടിക്കുന്ന ആള് ആ ചൂണ്ട വെള്ളത്തിലിട്ട് ഇരിക്കും. ഓരോ മത്സ്യങ്ങളും വന്ന് ആ ചൂണ്ടയിൽ കുരുങ്ങി തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. ഇതേപോലെ ഈ നാവിൻ്റെ രുചി തേടിപ്പോയി കഴിഞ്ഞാൽ, നാവ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ മറ്റ് ഒരു ഇന്ദ്രിയത്തിനും കൊടുക്കാത്ത പ്രത്യേക പരിരക്ഷ നാവിന് കൊടുത്തത്. ഒരു 32 കാവക്കാരൊക്കെ നിർത്തി അതിന് പുറത്ത് 2 മതിലൊക്കെ പണിത് അതിൻ്റെ ഉള്ളിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് പറഞ്ഞാണ്. പക്ഷേ നമ്മുടെ നാവ് സമ്മതിക്കില്ല. നാവ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക, അവനവൻ്റെ കേമത്തം പറയുക, പിന്നെ രുചി തേടി പോവുക. ഇതൊക്കെ നാവിൻ്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്തുണ്ടാവും? അവസാനം നാവിനുണ്ടാകുന്ന പ്രശ്നം പലപ്പോഴും കാവക്കാർക്ക് പ്രശ്നം ഉണ്ടാവും, ഇല്ലേ? നാവ് വേണ്ടാതിനം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അടി നാവിനല്ല കിട്ടുക, അതിന്റെ മുമ്പിൽ കാവൽക്കാർക്ക്. അപ്പൊ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാവിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, വെറുതെ എന്തെങ്കിലും പറയാനായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഭാഗവതത്തിന് ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് കൂട്ടുകാരനോ കൂട്ടുകാരിയോ അതാ വരുന്നു, കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇന്ന് വരില്ല എന്ന് പറഞ്ഞതാണല്ലോ, പിന്നെന്താ വന്നേന്ന് വെറുതെ ചോദിക്കുകയാണ്. ഒരാവശ്യമില്ല, വരില്ല പറഞ്ഞു, വന്നു, ആയിക്കോട്ടെ, അവിടെ വന്നിരുന്നോട്ടെ. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ത്വര, നാവിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹർഷീശ്വരന്മാരൊക്കെ അവർക്ക് ഒന്നും പറയാനില്ലാഞ്ഞിട്ടില്ല, മറിച്ച് ആ പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുകളാവുന്ന തിരിച്ചറിഞ്ഞിട്ടാണ് അവരെപ്പോഴും ആത്മസംയമനം പാലിച്ചുകൊണ്ട് മൗനികളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മുനികൾ എന്നറിയപ്പെടുന്നത്. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് ഒരു സ്വാമിയെ ചുമ്മാതിരി സ്വാമി എന്നാണ് വിളിച്ചേർത്തത്ര. അപ്പൊ അദ്ദേഹം ക്ഷേത്രത്തില് ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിൽ അദ്ദേഹം താമസിക്കുന്നു. അവിടുന്ന് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ അതിന്റെ ഭാരവാഹികൾക്ക് തോന്നി, ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കരുതൊന്നും ശരിയല്ല. അദ്ദേഹത്തിന് ഭക്ഷണം നിർത്താൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാത്തതിൽ അർത്ഥമില്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റും, എന്നാൽ ഒരു ദിവസം എൻ്റെ കൂടെ വെറുതെ ഇരിക്കാൻ പറഞ്ഞു.
സാധിച്ചോ? ഒരു ദിവസമല്ല, 4 ദിവസമായപ്പോഴേക്കും ആള് പറഞ്ഞു ഇദ്ദേഹത്തിന് എത്ര ദിവസം വേണമെങ്കിൽ ഭക്ഷണം കൊടുത്തോളാം പറഞ്ഞു. കാരണം വെറുതെ ഇരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, കൈ കൊണ്ടോ കാല് കൊണ്ടോ അല്ലെങ്കിൽ ആ നാവ് കൊണ്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. മനസ്സിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്താ പറയുന്നത്, 1 മണിയാകുമ്പോഴേക്കും നിർത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നിർത്താൻ പറ്റില്ലാവോ എന്ന് എനിക്ക് ചിന്ത. നിങ്ങളെ 1 മണിക്കെങ്കിലും നിർത്തില്ലാവോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. ഇനി വീട്ടിൽ ചെന്നാലുള്ള കാര്യങ്ങള്, നാളത്തെ കാര്യങ്ങള്, മറ്റന്നാളത്തെ കാര്യങ്ങള്, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങള്, മക്കളെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരുടെ വിവാഹം, അവർക്കുണ്ടാകുന്ന കുട്ടികള്, ഇങ്ങനെ ചിന്തിച്ച് പലതും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ വിഷമിക്കും, അയ്യോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാമോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അതാണ്. കുട്ടികളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പൊട്ട കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ വരുള്ളൂ, അല്ലെ? അവർ വരാതിരുന്നു കഴിഞ്ഞാൽ വല്ല അപകടം പറ്റിയിട്ടുണ്ടാവോ, എന്താ പറ്റിയേക്കണത്, എന്താ ചെയ്യാം. ഈ സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ കുറെ ആശ്വാസം വരും. ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് പരീക്ഷിക്കാൻ വളരെ നല്ലതാണ്. ഒരു 12 പ്രാവശ്യം നാരായണ എന്ന് ജപിച്ചാൽ ദേഷ്യമില്ലാതെ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയാൽ മതി, നല്ലവണ്ണം ദേഷ്യം വരുമ്പോ അത് നാമം ജപിക്കാം. ഇങ്ങനെ ഓരോ വസ്തുക്കളിൽ നിന്നും ഞാൻ ഗുരുനാഥന്മാരെ കണ്ടെത്തി എന്ന് അവിടെ പറയുന്നു. ഇപ്പൊ മത്സ്യം ഇങ്ങനെ ആ ഇര തേടി പോയി ചൂണ്ടയിൽ കുടുങ്ങി തന്റെ ജീവിതം നശിപ്പിക്കുന്നു. അപ്പോൾ നാവ് കൊണ്ട് ഉള്ള കുഴപ്പം, ത്വക്ക് കൊണ്ടുള്ള സ്പർശ സുഖം മോഹിച്ച് ആന, ഇങ്ങനെ ഓരോ വസ്തുക്കളും. പിന്നെ ചെവിയുടെ ശ്രോത്രേന്ദ്രിയത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ മാൻ അതിൽ പെടുന്നു. പിന്നെ ഇയാമ്പാറ്റ കണ്ണിന്റെ ആ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഭംഗിയെ ആലോചിച്ചു പോയിട്ട് അപകടത്തിൽപ്പെടുന്നു. പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒരു വേശ്യ സ്ത്രീ എൻ്റെ ഗുരുനാഥയാണ്. ഇതിനൊക്കെ ചിന്തിക്കാൻ ആർക്കാ പറ്റുക? ദത്താത്രേയനെ പോലുള്ള അവധൂതന്മാർക്ക് മാത്രമേ സാധിക്കൂ. നമ്മളൊക്കെ വേശ്യാസ്ത്രീകൾ ഏറ്റവും നികൃഷ്ടം എന്ന് വിചാരിച്ചിരിക്കുന്ന വേശ്യാസ്ത്രീ ഇദ്ദേഹത്തിന്റെ ഗുരുനാഥയായി മാറി. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, സാക്ഷാൽ ലക്ഷ്മി ഭഗവതി ആയിരിക്കുന്ന സീതാദേവി വസിച്ചിരുന്ന മിഥിലയിൽ ഒരു വേശ്യാസ്ത്രീ, പിങ്കള എന്നാണ് അവളുടെ പേര്. അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് അറിഞ്ഞ് നിരവധി ആളുകൾ ധാരാളം പണം അവൾക്ക് കൊടുത്ത് അവളുടെ കൂടെ ഒരു രാത്രിയെങ്കിലും കഴിയാനായിട്ട് ആഗ്രഹിച്ചു. അവള് തന്നോട് വലിയ താല്പര്യം പുരുഷന്മാർക്ക് കണ്ടപ്പോൾ അവളാണെങ്കിൽ കൂടുതൽ ധനം തരുന്ന ആളുകളെയൊക്കെ തന്നിലേക്ക് പിടിച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അവള് ഒരു രാത്രിയില് വന്ന ആളുകളെയൊക്കെ പറഞ്ഞയച്ചു. പുതിയ ആൾ വരുന്നു വിചാരിച്ചു, ആരും വന്നില്ല. അന്ന് രാത്രി അവളിങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് തോന്നി, എൻ്റെ കാര്യം എന്താ അവസ്ഥ? ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ധാരാളം ധനമുണ്ട്, സൗന്ദര്യമുണ്ട്, പട്ടുമെത്തയുണ്ട്, പരിചാരകരുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് മാത്രം ഈ ലോകത്തിൽ ഉറക്കം വരുന്നില്ല. എൻ്റെ പരിചാരകരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എങ്ങനെയത് സാധിച്ചത്? എനിക്ക് ഈ അർത്ഥത്തിലുള്ള ആശയാണ് എൻ്റെ ഈ ആശങ്കകൾക്കൊക്കെ കാരണം. സത്യത്തിൽ ആലോചിച്ചു നോക്കി അവള്, എൻ്റെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ചു നോക്കി. ഈ ശരീരം ഏറ്റവും മോശമായ മലിനമായ കുറേ വസ്തുക്കൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാംസപിണ്ഡം. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ വിരക്തി വരും നമുക്ക്. ഈ തോലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഏറ്റവും മോശമായിട്ടുള്ളതാണ്. ഇതൊക്കെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് എപ്പോഴാ? അതിൽ ഈശ്വര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈശ്വരനാണ് എൻ്റെ ഈ ശരീരത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് അവർക്ക് തോന്നി. മറ്റുള്ളതൊക്കെയോ അതൊക്കെ നല്ലതാണ്, അല്ലേ? നമ്മള് ആ തലമുടിയുടെ ഭംഗി കവി വർണ്ണിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് തലമുടി കാണാൻ, പനങ്കുല പോലെയെന്നും അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ പനങ്കുല പോലെയുള്ള തലമുടി ഇതേ കവി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ പ്ലേറ്റിൽ വന്ന് വീണാലോ ദേഷ്യം വന്നു, ഇല്ലേ? അത് അവിടെ ഇരിക്കുമ്പോഴേ ഭംഗിയുള്ളൂ. നഖമാവട്ടെ ഭംഗിയായിട്ട് വെട്ടി മിനുക്കി പലതരത്തിലുള്ള നിറങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഇതിൻ്റെ ഒരു കഷ്ണം താഴേക്ക് വീണാൽ കഴിഞ്ഞു. ഇങ്ങനെയാണ് ശരീരത്തിൽ. അപ്പൊ ഈ ശരീരത്തിലെ ഓരോ അവയവവും ഇങ്ങനെയാണ്. അതേപോലെ തന്നെ വേണ്ട പോലെ പരിരക്ഷിച്ചില്ലെങ്കിൽ, ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ കഴിഞ്ഞു. ഏറ്റവും വൃത്തികെട്ടതായത് ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സത്ത് നഷ്ടപ്പെട്ടാൽ, ചത്തുപോയാൽ അല്ലേ? സത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ശിവമായിരിക്കുന്ന ഈ ശരീരം വെറും ശവമായി തീർന്നപ്പോൾ ഒന്നിനും കൊള്ളില്ല.
ഭർത്താവ്, ഭാര്യ, മകൻ, മകള്, അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ പോയി. വെറും ശവം, പിന്നെ വെറും ബോഡിയാണ്. അതിനോട് നമ്മൾ അറിയാതെയാണെങ്കിലും നമുക്ക് അതിനോട് വിരക്തി തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ കുറെ നേരം കരയും. കരഞ്ഞിട്ട് ആരെങ്കിലും ഈ ലോകത്ത് ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല, എന്നാലും നമ്മൾ കരയും. പിന്നെ പറയും എനിക്ക് ഇനി ആരാണുള്ളത് എന്ന് പറഞ്ഞ് കരയും, അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കരച്ചിൽ കേൾക്കുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അത് നമ്മുടേതാവുമ്പോഴാണ് ഈ കരച്ചിലൊക്കെ വരുന്നതും. മരണം നിത്യസത്യമാണെന്നൊക്കെ പറയുമെങ്കിലും മരണത്തെക്കാൾ വലിയ സത്യം ആ മരിക്കുന്ന ആളുമായി നമുക്കുള്ള ബന്ധമാണ് നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ ചരമക്കോളം വായിച്ചിട്ട് എപ്പോഴും കരഞ്ഞേനെ കാലത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിഷമവും തോന്നാറില്ല. എത്രയോ ആളുകളുടെ ചിത്രവും വാർത്തയും ഒക്കെ കാണാറുണ്ട്, പക്ഷെ നമ്മൾ കരയാറൊന്നുമില്ല. ചിലത് കാണുമ്പോൾ അയ്യോ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പക്ഷെ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാലോ വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ പലപ്പോഴും ഈ ബന്ധം എന്ന് പറയുന്നത് വലിയൊരു ബന്ധനമായിട്ട് തീരുന്നു. അപ്പൊ പിങ്കള പറയാണ്, ഇനി ഞാൻ ഒരിക്കലും ഈ ശരീരത്തെ സ്നേഹിച്ചും കൊണ്ട് എൻ്റെ ഈ ശരീരത്തിന്റെ പിന്നാലെ വരുന്ന ആ ധനവാന്മാരുടെ പിന്നാലെ ഞാൻ പോവില്ല. ഏറ്റവും വലിയ ധനം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ്, ആ ഈശ്വരനാണ് എന്ന് ആ പിങ്കള പറയുന്നു. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. പിങ്കള നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശം അവധൂതൻ ദത്താത്രേയൻ പറയാണ്, ആശയാണ്, ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം. യഥാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ഈ കാര്യത്തെ പറഞ്ഞ് വൈരാഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ് കേവലം ആ ധനവാന്മാരായ പുരുഷന്മാരുള്ള ആശ കൈവിട്ട് ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന ഭഗവാനിലേക്ക് തൻ്റെ മനസ്സിനെ ചേർത്ത് വെച്ച് സുഖം സുഷ്വാപ പിങ്കള, സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ പിങ്കള എൻ്റെ ഗുരുനാഥയാണ്. പിന്നെ ഒരു പുരരപക്ഷി, ഒരു ചെറിയൊരു പക്ഷി. ആ പക്ഷി മാംസകഷ്ണം കൊത്തിയെടുത്ത് ആകാശത്തിലേക്ക് ഉയർന്നു. ഞാൻ കണ്ടു. അതിൻ്റെ പിന്നാലെ കഴുകന്മാരും പരുന്തുകളും മറ്റ് വലിയ പക്ഷികളൊക്കെ അതിനെ ആക്രമിക്കാൻ ചെന്നു. ആക്രമിക്കാൻ ചെന്നപ്പോൾ എങ്ങനെയോ അതിൻ്റെ ചുണ്ടത്ത് നിന്ന് മാംസകഷ്ണം താഴെ വീണു. മറ്റു വലിയ പക്ഷികളൊക്കെ അതിനെ ഉപേക്ഷിച്ചു. ഇതേപോലെ സമ്പാദിച്ചു വെക്കും തോറും ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണമുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചത്, ജീവിക്കാനുള്ളത് മാത്രമേ വേണ്ടൂ എന്നെ പഠിപ്പിച്ചത് ഈ പുലരപക്ഷിയാണ്, ഈ അടക്കപക്ഷിയാണ്. അർദ്ധക, ഒരു ചെറിയ കുട്ടി. കുട്ടികൾക്ക് മാനാപമാനങ്ങളൊന്നുമില്ല, അവർക്ക് നാണം എന്നൊന്നുമില്ല, ദേഹബോധമില്ല. അവർക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ചിരിക്കും. പിന്നെ അവരുടെ ഉള്ളിൽ സ്വാർത്ഥത നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അല്ലേ, എൻ്റെ സ്കൂള്, എൻ്റെ ബാഗ്, എൻ്റെ കുട, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നും അധികം കേൾക്കണില്ല. അപ്പൊ ഇങ്ങനെ എൻ്റെ എന്നുള്ളതിന് എന്തോ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ആ കുട്ടികളിൽ കുത്തിവെച്ച് അവരെ സ്വാർത്ഥരാക്കി മാറ്റുമ്പോൾ അവർക്കും ദുഃഖം വരികയാണ്. എൻ്റെ വസ്തു നഷ്ടപ്പെട്ടു, ദുഃഖമായി. എന്നാൽ ചെറിയ കുട്ടികൾക്ക് മാനാപമാനങ്ങളില്ല. ഇതേപോലെ ജീവിക്കാറായാൽ ചെറിയ കുട്ടികളുടെ മനസ്സ്, അല്ലെ, പിള്ള മനസ്സിൽ കള്ളമില്ല. അവരൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. നമ്മൾ അവരെ കൊണ്ട് ചിലപ്പോൾ ഗൃഹത്തിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും. കുട്ടികൾക്ക് ചിലപ്പോൾ സത്യം പറയും. അപ്പോൾ പിന്നെ ആകെ പ്രശ്നമാവും. നമ്മൾ വരുന്ന ആളെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇഷ്ടമാണെന്നൊക്കെ നടിച്ചൊക്കെ നിൽക്കും. പക്ഷെ കുട്ടികൾക്കാവുന്നില്ല, മാനാപമാനങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. ഇതേപോലെ കുട്ടികളെ പോലെ മനസ്സുള്ളവരായിട്ട് തീരണം എന്ന് എന്നെ ആ ബാലൻ എന്നെ പഠിപ്പിച്ചു. പിന്നെ ഒരു പെൺകുട്ടി, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടിയല്ല, കുറേ കാലം മുമ്പ് ദത്താത്രേയന്റെ കാലത്തുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അവളുടെ വീട്ടിലേക്ക് വന്നു. അച്ഛനും അമ്മയും അവിടെ ഇല്ല. അപ്പൊ അവള് പറഞ്ഞു, ഇരിക്കൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയി. എന്താ അവർക്ക് കൊടുക്കേണ്ടത്? കൊടുക്കാനൊന്നും അവിടെ ഇരിക്കണില്ല. അപ്പൊ അവള് നെല്ല് കുത്താൻ തുടങ്ങി, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഞാനിതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെല്ല് കുത്തുന്നതിനിടയിൽ അവളുടെ കൈവളകൾ ശബ്ദിക്കാൻ തുടങ്ങി. കയ്യിൽ രണ്ട് കൈയിലും കുപ്പിവളകളോ മറ്റോ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ആ നെല്ല് കുത്തുക പറഞ്ഞാൽ ആ ഒലയ്ക്ക് വെച്ചിട്ട് കുത്തുന്ന സമയത്ത് ഇപ്പോഴേ നെല്ല് കുത്തലൊന്നുമില്ല, നെല്ല് തന്നെ ഇല്ല. അപ്പൊ ഏതായാലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവള് ഓരോ വളകൾ ഊരി വെക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. രണ്ട് കൈയിലും ഈ രണ്ട് വളകളായി. അപ്പോഴും ശബ്ദം. ഓരോ കൈയിലും ഓരോ വളകളായപ്പോൾ ശബ്ദം.
ഞാൻ ഇതിൽ നിന്ന് വലിയൊരു തത്വം പഠിച്ചു, ഈ വളകളിൽ നിന്ന് തത്വം പഠിച്ചു. എന്താ അത് എന്നാണെങ്കിൽ, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ബഹളമൊന്നുമില്ല, കലഹമൊന്നുമില്ല. രണ്ടുപേരായിട്ട് ഇരുന്ന് കഴിഞ്ഞാലോ വലിയ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ആയാൽ ആനന്ദം അനുഭവിക്കാം, കലഹങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു സത്യം തന്നെ പഠിപ്പിച്ചത് ഈ പെൺകുട്ടി. പിന്നെ ശരകൃത്ത്, ആയുധമുണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ശരമുണ്ടാക്കുന്ന ആൾ, അയാളുടെ ഏകാഗ്രത, ആ ശ്രദ്ധ, അയാളുടെ മുമ്പിൽ കൂടി രാജാവിന്റെ വലിയൊരു ഘോഷയാത്ര കടന്നു പോയിട്ടും അയാളത് അറിഞ്ഞില്ല. കാരണം എന്താ? ഈ ആയുധം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു, ശ്രദ്ധയിലായിരുന്നു അദ്ദേഹം. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഈശ്വരോപാസന ചെയ്യുമ്പോൾ ശ്രദ്ധയുള്ളവനായിരിക്കണം, എങ്കിൽ അവന് ആനന്ദം ലഭിക്കും എന്ന് എന്നെ പഠിപ്പിച്ചത്. ഭാഗവതം കേൾക്കുകയാണ് വേണ്ടത്, ഭാഗവതം കേട്ടുകളയാം എന്ന് വിചാരിക്കരുത്. അല്ലെ, ശ്രദ്ധ വേണമെന്നാണ് നമ്മളൊക്കെ പറയാം. സപ്താഹം നടക്കേണ്ടത് കേട്ടുകളയാം. കേട്ടുകളയാൻ പാടില്ല, കേട്ട് മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കണം. കുറച്ചെങ്കിലും, മുഴുവനൊന്നും സാധിക്കില്ല. ഇന്നു മുതൽ ഞാൻ പരമഭാഗവതനാവാൻ പോവുക, ഒന്നും എളുപ്പമല്ല. ഗുരുനാഥൻ പറയുന്നത് അതേപോലെ കേട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിവേകം ഉപയോഗിച്ചില്ലെങ്കിൽ അപകടമാവും. അല്ലെങ്കിൽ ആ ഗുരുനാഥൻ പറഞ്ഞില്ലേ, പണ്ടൊരു കഥ പറയാറുണ്ട്, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. ഗുരുനാഥൻ പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു, ഒരൊറ്റ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതെ. അപ്പോ അങ്ങും ഞാനും ഇല്ലേ? നീയും ഈശ്വരനാണ്, ഞാനും ഈശ്വരനാണ്. ശിഷ്യന് വലിയ ഇഷ്ടമായി. അപ്പോ ഇന്നാള് ഈശ്വരനാണോ? ആള് ഈശ്വരനാണ്, എല്ലാവരും ഈശ്വരൻ, ഈ ലോകം മുഴുവൻ ഈശ്വരൻ. ഗുരുനാഥൻ നല്ല നിലയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ശിഷ്യൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു ആന മതിച്ചു കൊണ്ടുവരും. ആന വരണം കണ്ടു കഴിഞ്ഞപ്പോ ശിഷ്യൻ തൊഴുതിങ്ങനെ നിന്നു. ഈശ്വരന്റെ നമസ്കാരം. ഒരു ഈശ്വരൻ വേറൊരു ഈശ്വരനെ തൊഴുകയാണ്, അത്രേ ഉള്ളൂ. പാപ്പാൻ മുകളിലിരുന്ന് പറഞ്ഞു, മാറിക്കോളൂ മാറിക്കോളൂ, ആന ദാ മതം പൊട്ടി വരികയാണ്, മാറൂ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആര് കേൾക്കാൻ? അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷേ ഗുരുനാഥന്റെ ഉപദേശം ചെവിയിലുള്ളത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് മാറിയില്ല. പിന്നെ മാറേണ്ടി വന്നില്ല. നേരെ ഫാനൊക്കെ തിരിയണു, വെളുത്തൊടുപ്പിട്ട ആളുകൾ നടക്കുന്നു. ദൈവാധീനം കൊണ്ട് മരിച്ചില്ല. ആന തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ട് തട്ടി, അതുവരെ കഷ്ടി ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോഴാണ് ഗുരുനാഥൻ ശിഷ്യന് അപകടം പറ്റിയെന്ന് വിചാരിച്ച് വരുന്നു. ശിഷ്യനെ കണ്ടു. ശിഷ്യൻ എന്തൊക്കെയോ സംസാരിക്കാൻ താല്പര്യമുണ്ട്. അവസാനം ഞെക്കി ഞെരുങ്ങി ഒരു നിലയ്ക്ക് ഗുരുനാഥനോട് പറഞ്ഞു, എന്നാൽ ഈ ചതി എന്നോട് വേണ്ടതില്ല, എല്ലാത്തിലും ഈശ്വരനാന്ന് പറഞ്ഞിട്ട് ഒരു ഈശ്വരന്റെ തട്ട് കിട്ടിയിട്ട് കിടക്കുന്നതാണ് ഞാൻ. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല, വളരെ കൃത്യമാണ് ഞാൻ പറഞ്ഞത്. നിന്നിൽ ആ എല്ലാം ഈശ്വരനാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നത് നീ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല, അതാണ് കുഴപ്പം പറ്റിയത്. വിവേകം ഉപയോഗിക്കണ്ടേ? എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, നീ എന്നിൽ ഈശ്വരനെ കണ്ടു, നിന്നിൽ ഈശ്വരനെ കണ്ടു, ശരിയാണ്. ആനയിൽ ഈശ്വരനെ കണ്ടു, അതും ശരിയാണ്. പക്ഷേ ആ പാപ്പാനിൽ ഈശ്വരനെ കണ്ടില്ല. ആ പാപ്പാൻ, ആ ഈശ്വരൻ പറഞ്ഞതാണ് മാറി നിൽക്കാൻ, അത് നീ കേട്ടില്ല. അയാളെ പാപ്പാനായിട്ട് മാത്രം കണ്ടു, അതാണ് നിനക്ക് പറ്റിയതൊക്കെ. അപ്പോ ഈ ഭാഗവതത്തെയും അല്ലെങ്കിൽ പുരാണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അപകടത്തിലാണ്. അത് വേണ്ടതുപോലെ പഠിച്ച ആളുകളുടെ വ്യാഖ്യാനത്തിലൂടെ വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ആ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയും. അപ്പൊ കുറച്ച് പഠിച്ചിട്ട് മുഴുവൻ മനസ്സിലാക്കാതെ വലിയ ആളുകളെ പോലെ പെരുമാറും. രഘുഗണനെ കുറിച്ച് ഭരതൻ പറയുന്നത് പോലെ അകോവിത കോവിതവാദവാദ എന്നാണ്. അറിവുള്ളവനെ പോലെ അറിവില്ലാത്തവൻ പെരുമാറും. അപ്പൊ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോ കാണുമ്പോഴും എന്ത് വേണം? തൊഴുത് നമസ്കരിക്കണം. ഗുരുനാഥനെ കാണുമ്പോൾ ഇങ്ങനെയാണ്. അതൊരു രീതിയാണ്. നമ്മളെ ഭാഗവതം പഠിപ്പിച്ച ആളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച മാഷുമാരെയൊക്കെ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി. ഇപ്പോ ടൗണിൽ വെച്ച് മാഷെ കാണുന്ന സമയത്ത് വീണ് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് റോഡിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടാക്കാത്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ വകതിരിവുമായി ചെയ്യാൻ പഠിക്കണം. ഒരു ഗുരുനാഥൻ ഒരു പ്രാവശ്യം കിണറ്റിൽ വീണുപോയി അറിയാതെ, ഉറക്കെ കരഞ്ഞു. ശിഷ്യൻ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗുരുനാഥന്റെ ശബ്ദം കേൾക്കുന്നത്. എവിടെയാണോ എന്ന് അന്വേഷിച്ച് വന്നപ്പോ ദാ കിണറ്റിൽ കിടക്കുന്നു. കണ്ട വഴിക്ക് തൊഴുത് നമസ്കരിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, എന്നെ പിടിച്ച് കയറ്റ വേഗം. അവിടെ എത്തിയിട്ട് ശരി എന്ന് പറഞ്ഞു. വേഗം കയറും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു കസേരയിൽ അതിന് കെട്ടി ഗുരുനാഥനെ കയറ്റി. ഗുരുനാഥനെ കയറിയിരുന്നു. വലിച്ചോളാൻ പറഞ്ഞു. വലിച്ച് മുകളിലെത്തി. ഗുരുനാഥനെ നേർക്ക് നേർ കണ്ടു. വേഗം തൊഴുത് നമസ്കരിച്ചു. പിന്നെ
പിന്നെ നമസ്കരിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ശ്രാദ്ധത്തിനൊരു നമസ്കാരം ആ നമസ്കാരം വേണ്ടി വന്നിട്ടില്ല. ഇതുപോലെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഓരോന്നിനെയും അതിൻ്റെ ആ വിവേകമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞു. ആ ശരകൃത്ത് ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത് പറഞ്ഞത്. പിന്നെ സർപ്പത്തിന് സ്വന്തമായി വീടുകളില്ല, അല്ലെങ്കിൽ മാളങ്ങളില്ല. ഏതെങ്കിലും വീട്ടിൽ താമസിക്കും, ഏതെങ്കിലും മാളത്തിൽ താമസിക്കും. ഇതുപോലെ സ്വന്തമായി വീട് പണിത്, അല്ലെ, സ്വന്തമായിട്ട് വീടില്ലാത്തതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കാറുള്ളത്. വീട് പണിയലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വരെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ പറയാണ്, ഇനി ആവശ്യത്തിനായാൽ തന്നെ 2 പേരുള്ള വീട്ടില് 10 മുറി, അല്ലെ, ആളുകൾ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ ഒരു മുറി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട് ഇങ്ങനെ വലുതാക്കി എന്താ ചെയ്യേണ്ടത് ഇഷ്ടമില്ലാത്ത അവസ്ഥ. സർപ്പത്തിൽ നിന്ന് ഞാൻ അത് പഠിച്ചു. ഒരു പക്ഷേ ആ അജഗരത്തിന്റെ പെരുമ്പാമ്പിന്റെ കഥ പറഞ്ഞതുപോലെ എതിർച്ഛാലാഭ സംതൃപ്തനാവണം എന്ന് എന്നെ പഠിപ്പിച്ചു. ഊർണനാഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർണനാഭി സുപേഷകൾ. ഊർണനാഭി ഈ ചിലന്തി എന്ത് ചെയ്യണം? ചിലന്തി വല നെയ്യും. തന്നിൽ നിന്നുള്ള നൂലെടുത്ത് വല നെയ്ത് ആ വലയിൽപ്പെടുന്ന പ്രാണികളെ ഭക്ഷിച്ച് അവസാനം ആ വല തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. വേദാന്തികൾ ഇത് ഭഗവാന്റെ ലീലയെ, ഭഗവാന്റെ സൃഷ്ടി ലീലയെ കാണിക്കുകയാണ്. ഭഗവാൻ ആ ലോകത്തെ സൃഷ്ടിക്കുന്നു, പലതരത്തിലുള്ള ലീലകളാടുന്നു, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വലിയൊരു തത്വത്തെ അനാവരണം ചെയ്ത ആ എട്ടുകാലിയും എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അടുത്തതായിട്ട് പറഞ്ഞതാണ് വേട്ടാളൻ എന്ന് പറയും. സുപേഷകൾ വേദാന്തികള് പറയുന്ന വലിയൊരു ഉപമയാണത്. ഒരു പുഴുവിനെ ഈ വേട്ടാളൻ കുത്തി പേടിപ്പിച്ചിട്ട് ആ വേട്ടാളൻ അവിടുന്ന് പറന്നു പോവും. ആ ഈ പുഴുവിനെ കൂട്ടിലടച്ചിട്ട് അവസാനം എന്തുണ്ടാവണു? ഈ കൂട്ടിലടക്കപ്പെടുന്ന പുഴു വേട്ടാളനെ തന്നെ ചിന്തിച്ച് ആ സ്വരൂപത്തിലേക്ക് മാറുന്നു. ഇതേപോലെ ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവത് സ്വരൂപികളായിട്ട് തീരാൻ ഓരോരുത്തർക്കും സാധിക്കും എന്നും അവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ 24 ഗുരുക്കന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ദത്താത്രേയൻ. പിന്നെ പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്. ഈ 24 ഗുരുക്കന്മാർ പോലെ എൻ്റെ ഈ ശരീരവും എൻ്റെ ഗുരുനാഥനാണ്. കാരണം ഈ ശരീരമുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിനോട് വിരക്തി നമുക്ക് തോന്നുന്നത്. വൈരാഗ്യത്തിനും വിവേകത്തിനും കാരണമായ ദേഹം എനിക്ക് ഗുരുവാണ്. അങ്ങനെ 25 ഗുരുക്കന്മാരെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചു. ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളെ പലയിടത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി പത്നിമാരുള്ള ഒരു പുരുഷനെ പോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്നാണ്. കണ്ണ് ഒരു ഭാഗത്തേക്ക്, ചെവി വേറൊരു സ്ഥലത്തേക്ക്, മൂക്ക് വേറൊരു സ്ഥലത്തേക്ക് ഒക്കെ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഇത്തരത്തിൽ വിവേകപൂർണമായിട്ട് ചിന്തിച്ച് ഭഗവാനിലേക്ക് എത്തിക്കണം, പരമശ്രേയസിനായിട്ട് യത്നിക്കണം എന്ന് പറയുന്നു. ഇങ്ങനെ യദുമഹാരാജാവിനെ അനുഗ്രഹിച്ച് തൻ്റെ സന്തോഷത്തിന്, ആനന്ദത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദത്താത്രേയൻ അവിടുന്ന് യാത്ര ചെയ്യണം. യദുമഹാരാജാവോ സർവസംഘ പരിത്യാഗിയായിട്ട് തീരുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഈ ലൗകിക ഐഹിക സുഖങ്ങൾ അത് വളരെ നിസ്സാരമാണ് എന്ന് അവിടെ സൂചിപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? ഈ ലൗകിക ഐഹിക സുഖങ്ങളുടെ നശ്വരതയെക്കുറിച്ച്, നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഈശ്വരനെ അറിയാൻ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഗുരുവും ശിഷ്യനും ഭഗവാൻ ഉപമിക്കുന്നത് എങ്ങനെയാ? അരണികൾ പോലെയാണ്. അരണി മഥനം ചെയ്തിട്ടാണ് തീയുണ്ടാക്കുക. മുകളിൽ ഒരു അരണി, താഴെ ഒരു അരണി, അതിങ്ങനെ ചേർന്ന് ഇങ്ങനെ തിരിയുമ്പോൾ അതിൽ നിന്ന് തീയുണ്ടാവുന്നു. ഇതേപോലെ ഗുരുവും ശിഷ്യനുമാകുന്ന ഈ അരണികൾ തമ്മിൽ ചോദ്യോത്തര രൂപത്തിൽ സംസാരിച്ച് അതിൽ നിന്ന് ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവുന്നു. ഈ അഗ്നി മനുഷ്യന്റെ സകല പാപങ്ങളെയും സകല സംശയങ്ങളെയും ഇല്ലാതെയാക്കുന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഭഗവാനോട് ചോദിക്കുന്നു, ഉദ്ധവൻ ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ ഒരു ഉപമ എന്താണെന്നാണെങ്കിൽ കൊട്ടത്തേങ്ങയും പച്ചത്തേങ്ങയും പോലെയാണ് മുക്തനും ബദ്ധനും. എളുപ്പത്തിൽ മനസ്സിലാവും ഇല്ലേ? പച്ചത്തേങ്ങ ആ ചിരട്ടയുമായി ചേർന്നിരിക്കുന്നു,
കൊട്ട തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ടിരിക്കണം. ഈ പ്രപഞ്ചം ഈ തേങ്ങയുടെ ആ ചിരട്ടയാണെങ്കിൽ അതിനുള്ളിലുള്ള ജീവിതമാണ് നമ്മൾ പ്രപഞ്ചവുമായി ഒട്ടി നിന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നും. മറിച്ച് പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോഴും പ്രപഞ്ചവുമായി ബന്ധപ്പെടാതിരുന്നാൽ അത്തരം ആളുകളെ മുക്തന്മാര് എന്ന് പറയുന്നു ഭഗവാൻ ഉപദേശിച്ചു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ് സജ്ജന സംസർഗം. നേരത്തെ നമ്മുടെ ആ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഓർമ്മിക്കേണ്ടായി. സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം നമ്മളെ ഭഗവാനിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കും. എന്നിട്ട് പറഞ്ഞു ഈ നല്ല കാര്യങ്ങൾ പറയാണ്. ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും കാണുക, സ്പർശിക്കുക, പൂജ നടത്തുക, സ്തുതിക്കുക, നമസ്കാരം ചെയ്യുക, ദിവ്യ ലീലകളെ നിരന്തരം കീർത്തിക്കുക, അങ്ങനെ നിരന്തരം ധ്യാനം ചെയ്യുക, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക, ഭഗവാന്റെ അവതാര കഥകളെ കേൾക്കുക, പുണ്യോത്സവങ്ങൾ കൊണ്ടാടുക, പാട്ടുപാടുന്നത് ഭഗവാന്റെ നാമങ്ങളാവുക, നൃത്തം ചെയ്യുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ ലീലകളെ അനുസ്മരിച്ചുകൊണ്ടാവുക, ഇങ്ങനെ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇങ്ങനെ സജ്ജനങ്ങളുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് വേഗം എത്തിച്ചേരാൻ സാധിക്കും. ഭഗവാൻ പറയുകയാണ് ഗോപികമാരുടെ കാര്യത്തിൽ ഞാൻ തന്നെ സജ്ജനമാണ് എന്ന്. സത്സംഗത്തിന്റെ മഹത്വം ഗോപികമാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാനെ ജാരഭാവത്തിലാണ് കണ്ടതെങ്കിലും അവർ ഈ ലോകത്തിന്റെ രാജനാണ് ഭഗവാൻ എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ആദ്യം ജാരഭാവത്തിലാണെങ്കിലും ഭഗവാനോടുള്ള നിരന്തരമായ അടുപ്പം കൊണ്ട് അവർക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഇതേപോലെ സജ്ജനങ്ങളുമായി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. പിന്നെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ വിവേകം ഉണ്ടാവുക? അത് നിരന്തരമായ സാധനയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാൻ ഇവിടെ ഒരു ഉപമയായിട്ട് പറയുന്നത് സനകാദിയോഗീശ്വരന്മാരുടെ മുമ്പിൽ ഭഗവാൻ ഹംസമായി അവതരിച്ച കഥയാണ് പറഞ്ഞു കൊടുത്തത്. ഹംസം എന്ന് പറഞ്ഞാൽ ക്ഷീരനീര വിവേകി എന്നാണ് പറയുക. പാലും വെള്ളവും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ പാലിനെ മാത്രം സ്വീകരിക്കാനുള്ള കഴിവ്, നന്മയെ മാത്രം. സത്യത്തിൽ നന്മ തിന്മ എന്നുള്ള ദ്വൈതഭാവം തന്നെ ശരിയല്ല. പക്ഷെ ആദ്യത്തിൽ നമുക്ക് ആ ഒരു സത്വഗുണ പ്രധാനമായതിനെ മുഴുവൻ നന്മ എന്ന് കാണുകയും അതിലൂടെ ചരിക്കുകയും ചെയ്താൽ ആ സത്വഗുണത്തിൽ നിന്നും നിർഗുണഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗുണവുമില്ലാത്തവനെ നിർഗുണൻ എന്ന് വിളിക്കുന്നത് പോലെയല്ല, മറിച്ച് ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഭാവം, അതാണ് നിർഗുണത്വം എന്നുള്ളത് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ആ ഹംസരൂപത്തിൽ വന്ന ഭഗവാനോട് സനകാദികൾ ചോദിച്ചു, കോ ഭവാനിധി, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സത്യത്തിൽ ഈ ചോദ്യം തന്നെ ശരിയല്ല. കാരണം ഞാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ, ഭഗവാൻ മാത്രമല്ലേ സത്യമായിട്ടുള്ളൂ. അപ്പൊ പിന്നെ ആരാണ് എന്നുള്ള ചോദ്യം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെ ഭഗവാൻ നൽകിയ ഉപദേശം അതാണ് ഹംസഗീത എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞത്. പിന്നെ ധ്യാന മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് എങ്ങനെയാണ് ഭഗവത് ധ്യാനം ചെയ്യേണ്ടത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ ബ്രഹ്മാവിനും ബ്രഹ്മാവ് സ്വയംഭൂമനും സ്വയംഭൂനുവിൽ നിന്ന് സപ്തർഷിമാര്, അത് അവരുടെ പുത്രന്മാരായിരിക്കുന്ന ദേവന്മാര്, അസുരന്മാര്, ഇങ്ങനെ പലരും ഈ ധ്യാന മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ധ്യാനം അഷ്ടാംഗയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധ്യാനത്തെ കുറിച്ച് നമ്മൾ കപിലവാസുദേവന്റെ കഥയിൽ കപിലോപദേശത്തിൽ കേട്ടതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള 8 അംഗങ്ങളോട് കൂടിയുള്ള ധ്യാനം. ആ ധ്യാനത്തെ കുറിച്ചും അവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം ഭക്തിയുടെ പ്രാധാന്യത്തെയും അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ യോഗസിദ്ധികളെ കുറിച്ച് ചോദിച്ചു. എന്തൊക്കെയാണ് സിദ്ധികൾ? ഭഗവാൻ പറഞ്ഞു സിദ്ധികൾ പലതരത്തിലുണ്ട്. പക്ഷേ ഈ സിദ്ധികളെ കൊണ്ടൊക്കെ എന്നെ മയക്കാൻ സാധിക്കില്ല. മറ്റാളുകളെയൊക്കെ അത്ഭുതപ്പെടുത്താം. വലുതാവുക, ചെറുതാവുക, ഭാരം കൂട്ടുക, ഭാരം കുറയ്ക്കുക, അണിമ, മഹിമ എന്നൊക്കെയാണ് അതിന് പേര് പറയാം. ലഘുത്വം, ഈശിത്വം, വശിത്വം, പ്രാഗാമ്യം, ദൂരശ്രവണം, പരകായ പ്രവേശം, സ്വച്ഛന്ത മൃത്യു, ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധികളുണ്ട്. പക്ഷേ ഈ സിദ്ധികൾ കൊണ്ടൊന്നും ഭഗവാനെ അത്ഭുതപ്പെടുത്താൻ സാധിക്കില്ല. ഭഗവാനെ അത്ഭുതപ്പെടുത്താൻ എന്തുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ? ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവിടെ പറഞ്ഞു. പിന്നെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ അതാണ് വിഭൂതി യോഗം എന്ന് അറിയപ്പെടുന്നത്.
വിഭൂതി യോഗം എന്താ? ഈ ലോകത്തുള്ള സകലതും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ടതൊക്കെ ഭഗവാനാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് വിഭൂതി യോഗത്തിന്റെ ലക്ഷ്യം. ആനകളിൽ ഐരാവതം ഭഗവാനാണ്, പശുക്കളിൽ കാമധേനു ഭഗവാനാണ്, വില്ലാളികളിൽ അർജുനൻ ഭഗവാനാണ്, ലോഹങ്ങളിൽ സ്വർണം ഭഗവാനാണ്, മൃഗങ്ങളിൽ സിംഹം ഭഗവാനാണ്. ഇങ്ങനെ ഓരോന്നിലും പ്രധാനപ്പെട്ടതൊക്കെ ഭഗവാൻ എന്ന് പറഞ്ഞ് വേദങ്ങളിൽ സാമവേദം ഭഗവാനാണ്, പ്രണവം ഭഗവാനാണ്. ഇങ്ങനെ പറഞ്ഞ് അവസാനം എല്ലാം ഭഗവാനാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തും. ഇവിടെ ഐരാവതത്തെ വിചാരിച്ച് നമ്മൾ തൊഴുന്നു. ആനകളെ കാണുമ്പോൾ നമ്മൾ തൊഴുന്നു. ആനകളെ ഗണപതി സങ്കല്പത്തിലും ഒക്കെ നമ്മൾ തൊഴാറുണ്ട്. പശുക്കളെയും ചിലപ്പോഴൊക്കെ തൊഴാറുണ്ട്. എന്നാൽ കാക്കകളെയോ പട്ടിയെയോ ഒന്നും നമുക്ക് തൊഴാൻ തോന്നാറില്ല. കാരണം എന്താ? അത് നമ്മളിൽ ആ ഒരു ഭാവം എത്തിയിട്ടില്ല എന്നുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്ത് വേണം? കാക്കകളെ നമ്മൾ തൊഴാറുണ്ട് അല്ലെ? ശ്രാദ്ധത്തിന്റെ സമയത്ത് മാത്രം, അന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അന്ന് കാക്കയ്ക്ക് ചോറ്, ബാക്കിയുള്ള സമയത്തൊക്കെ ഏറ്. അങ്ങനെയാണ് പതിവ്. എല്ലാ സമയത്തും നമുക്ക് തോന്നാറില്ല. നായ്ക്കളെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? തോന്നാറില്ല. കാരണം എന്താ? അത് നായയാണെന്നേ നമുക്ക് സങ്കല്പമുള്ളൂ. ആ നായയിലും ചൈതന്യമായി നിൽക്കുന്നത് നാരായണനാണ് എന്ന് നമുക്ക് തോന്നാറില്ല. ഇനി തോന്നിയാൽ തന്നെ പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകം അല്ലേ? നായ കാണുമ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിൽ നിങ്ങളുടെ ഇറങ്ങുമ്പോൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഭാഗവതം കേട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് എത്താൻ നേരം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കുക, എഴുന്നേൽക്കുക, അവരവസ്ഥയാവും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാത്തിലും ആ ചൈതന്യമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ വിഭൂതി യോഗത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ 4 വർണ്ണങ്ങളുടെയും സന്യാസിമാരുടെയും ധർമ്മത്തെ ആദ്യം പറഞ്ഞു. 4 ആശ്രമങ്ങളുടെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ഈ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളെ എന്തിനാ ഭഗവാൻ സൃഷ്ടിച്ചത്? അത് ലോകത്തിൽ നന്മ പുലരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പരസ്പരം തല്ലൂടാൻ വേണ്ടിയിട്ടാണ്. 4 ആശ്രമങ്ങൾ എന്തിനാ? ഈ 4 ആശ്രമങ്ങൾ ഈ ജീവിതത്തിന്റെ 4 കാലുകളാണ്. ഒരു വീടിന് 4 തൂണുകൾ വേണം എന്നുള്ളത് പോലെ തന്നെയാണിത്. ഇത് 4ഉം ഒരേപോലെ നിന്നാലേ അതിന് വിജയം ഉണ്ടാവുള്ളൂ. കട്ടിലിന്റെ കാല് 4 എണ്ണം, അതിന് ഒരേ വലിപ്പം, ഒരേ ഉയരം ഒക്കെ ഒരേപോലെയാണ്. എന്നാലേ അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇതേപോലെ വർണ്ണാശ്രമങ്ങളും ഇങ്ങനെയാണ്. ഇതിന്റെയൊക്കെ ധർമ്മം എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. പരമപ്രധാനമായ ധർമ്മം ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. 4 ആശ്രമങ്ങളെ കുറിച്ചും അതേപോലെ 4 വർണ്ണങ്ങളെ കുറിച്ചും അവിടെ സൂചിപ്പിച്ചു. പിന്നെ ഉദ്ധവന്റെ വക കുറെ ചെറു ചോദ്യങ്ങൾ. എന്താണ് യമം? എന്താണ് ശമം? എന്താണ് ദമം? എന്താണ് തിദിക്ഷ? ദാനം എന്താണ്? ശൗര്യം എന്താണ്? എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ. നമ്മൾ പറയില്ല ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്നുള്ള പോലെയുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു അഹിംസ, സത്യം, അസ്തേയം, അനാസക്തി. ഇതൊക്കെ എന്താണ്? ഇതിനെയൊക്കെ യമം എന്ന് പറയുന്നു. പിന്നെ നിയമങ്ങൾ, ഓരോ സ്ഥലത്തും നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ശമം എന്നത് ബുദ്ധിയുടെ ഭഗവാനിലുള്ള സ്ഥിരമായ അവസ്ഥയ്ക്കാണ് ശമം എന്ന് പറയുന്നത്. ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. തിദിക്ഷ എന്നുള്ളത് കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കുന്നതിൽ വരുന്ന ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവിനാണ് തിദിക്ഷ എന്ന് പറയുന്നത്. ധൃതി എന്നത് രസന, ഉപസ്ഥം എന്നിവയെ നിയന്ത്രിക്കലാണ്. പിന്നെ ത്രിവിധ കരണങ്ങളെ കൊണ്ടും മനസ്സാ വാച കർമ്മണ ജീവികളെ ദ്രോഹിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ദാനം. അല്ലാതെ അവിടെ കൊടുത്തുകൊണ്ട് എന്നിട്ട് സ്വന്തം കുടുംബത്തിലുള്ള ആരെങ്കിലും ദ്രോഹിച്ചാൽ ആ ദാനത്തിന് ഫലമില്ലാണ്. അപ്പൊ പറയുകയാണ് അത് ആ ദ്രോഹിക്കാതിരിക്കൽ ദാനമാണ്. തപസ് എന്നുള്ളത് ആഗ്രഹങ്ങളുടെ ത്യാഗമാണ്. ശൗര്യം വാസനകളെ ജയിക്കലാണ്. സത്യം എന്നത് എല്ലായിടത്തും ഭഗവാനെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഭഗവാൻ പറഞ്ഞു ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. 3 തരം. ജ്ഞാനയോഗം എന്ന് പറയുന്നത് ആ യഥാർത്ഥമായ വിജ്ഞാനം, ഇതിനെക്കുറിച്ചൊക്കെ യഥാർത്ഥമായ വേദ വ്യുൽപ്പത്തി ഉണ്ടായതിനു ശേഷം ഓരോരുത്തരും ഭഗവാനെ ആശ്രയിക്കാം. അപ്പൊ അവിടെ മിക്കവാറും നിർഗുണോപാസനയാണ്. അതിനാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മങ്ങൾ ചെയ്യുക, പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ ആരാധിക്കുക, നാമം ജപിക്കുക. ഇതിലൊക്കെ കർമ്മങ്ങളുടെ ഒരു ഭാവം കാണാം.
ഭക്തിയോഗം, ഇത് രണ്ടും ചേർന്നതാണ് ഭക്തിയോഗം എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ആ പരിപൂർണമായ ഒരു വിരക്തി വന്ന ആൾക്ക് ജ്ഞാനയോഗവും വിരക്തി വരാത്ത ആൾക്ക് കർമ്മയോഗവും. പരിപൂർണമായിട്ട് വിരക്തി വന്നില്ല, കുറേശ്ശെ വിരക്തി വന്നിട്ടുണ്ട്, കുറേശ്ശെ ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്തിയോഗവുമാണ് നല്ലത്. എന്നിട്ട് പറഞ്ഞു ഭക്തിയോഗം എന്നുള്ളത് ഭഗവാനെ അറിയാനുള്ള രാജപാതയാണ്, ഏറ്റവും എളുപ്പമാണ് ഈ ഭക്തിയോഗം എന്ന് അവിടെ സൂചിപ്പിച്ചു. ആദ്യത്തിൽ ഇത് വ്യത്യാസമായിട്ട് തോന്നുമെങ്കിലും അവസാനത്തിൽ ഇത് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് പറഞ്ഞത് ആ പ്രകൃതി പുരുഷ ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ അതിനുശേഷം ദ്വിജഗീത എന്നുള്ള രീതി, മനസ്സിനെ നിയന്ത്രിക്കലാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ കഥ. അവന്തിയിലെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഒരുപാട് ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ളത് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം വൈശ്യനെ പോലെ കച്ചവടം ചെയ്യുകയാണ് ചെയ്തത്. ഒരുപാട് കച്ചവടം ചെയ്തു, ഒരുപാട് ധനം ഉണ്ടാക്കി. പക്ഷേ ഈ ധനം ധർമാനുസാരിയായി ഉപയോഗിക്കാതെ വന്നപ്പോൾ അതിന് നഷ്ടം സംഭവിച്ചു. നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ഒരു കച്ചവടം നടത്തിയിരുന്ന ആളുകള് ധനം അവർക്ക് അടിക്കടി വർദ്ധിച്ചു വരണം. കുറെ കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ആധുനിക രീതിയിൽ പറയുമ്പോൾ ആ വികസനത്തിന്റെ ഏറ്റവും മുകളിലെത്തി ഇനി കീഴ്പ്പെട്ടേ പോരുള്ളൂ എന്നൊക്കെ പറയും. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ധർമാനുസാരി അല്ലാതെ ചെയ്യുമ്പോൾ അതിന്റെ ഫലവും തിരിച്ചു വരും. ഇദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു. ധർമാനുസാരിയായി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, മഹാപിശുദ്ധനായി തനിക്കോ തൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ ബന്ധുക്കൾക്കോ എന്ന് വേണ്ട ആർക്കും കൊടുക്കാതെ പണം ഇങ്ങനെ കൂട്ടി വെച്ചു. അവസാനം എന്തായി? അവസാനം അതൊക്കെ പല വഴിക്ക് നഷ്ടപ്പെട്ടു. രാജാവ് പിടിച്ചു കൊണ്ടുപോയി, അല്ലെ, നികുതി എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ കള്ളന്മാർ കൊണ്ടുപോയി, പ്രളയക്ഷോഭത്തില്, പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. ഇനിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എടുത്തു വെച്ച ആളുകള് നോട്ട് നിരോധനമൊക്കെ വന്നപ്പോ ഇവിടെ മുഴുവൻ ഓടി നടക്കുകയായിരുന്നല്ലോ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഇഷ്ടമില്ലാതെ. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ കയ്യിലുള്ള ഈ പണത്തിന് കടലാസിന്റെ വില പോലും ഇല്ല എന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇവിടെ ആ നിലയ്ക്ക് പറഞ്ഞു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ഈ ബ്രാഹ്മണന്റെ സകലതും പോയി. ഭാര്യയും മക്കളും ധനവും വീടും എന്ന് വേണ്ട എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇയാളെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞു, പുതിയ വേഷം കിട്ടി വന്നേക്കാണ്, കാശുണ്ടാക്കാൻ നമുക്ക് ഇയാളെങ്ങനെ വിട്ടുകൊടുത്താൻ പറ്റില്ല, നല്ല അടി കൊടുക്കണം. ചിലർ അടിക്കണു, ചിലര് കയ്യിലുണ്ടായിരുന്ന പാത്രത്തിലെ ഭക്ഷണം അവിടുന്ന് വലിച്ചെറിയണു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിൽ പൂഴി കൊണ്ടുവന്നിരുന്നു. മലമൂത്ര വിസർജനം ദേഹത്ത് നടത്തണു, അടിക്കണു, ഇടിക്കണു, ഓടിക്കണു. ഇതിനൊക്കെ സഹിക്കാനുള്ള ഒരു ഭാവതലം അദ്ദേഹത്തിന് സ്വായത്തമായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, എന്താണ് എൻ്റെ ഈ ദുഃഖത്തിന് കാരണം? അദ്ദേഹം അത് കണ്ടെത്തിയതാണ് മനഃപരം കാരണമാവനെത്തി. മനസ്സാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഇങ്ങനെയാണ് മനസ്സ് പറയുകയാണെന്ന് ദുഃഖമാണെന്ന് പറഞ്ഞാൽ ദുഃഖം. മനസ്സ് അത് സുഖമായിട്ട് കാണാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പറയുക അല്ലെ, അതിനെ സുഖമായിട്ട് കാണാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സുഖമായിട്ട് തോന്നും. ചെറിയ കാര്യങ്ങൾ പോലും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നു, എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം നവഗ്രഹങ്ങളല്ല, എൻ്റെ ശത്രുക്കളല്ല, ഈശ്വരനല്ല, എൻ്റെ പ്രവർത്തികളല്ല, ഇതൊന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. മനഃപരം കാരണമാവനെത്തി. അപ്പൊ നമ്മുടെ നാവ് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പല്ല് തട്ടി മുറിയും, ഇല്ലേ? നാവ് അതിൻ്റെ ഇടയിൽ വിട്ടു, മുറിഞ്ഞു. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? വേദന ഉണ്ടെങ്കിലും നമ്മൾ സഹിക്കും, നമ്മൾ തന്നെയല്ലേ ചെയ്തത്. അതിന് പകരം വേറൊരാളുടെ കൈ തട്ടിയിട്ടാണെങ്കിലോ പിന്നെ പറയാതിരിക്കാൻ നല്ലത്. എന്തൊരു ദേഷ്യവും അയാളുടെ അടുത്ത്. അപ്പൊ ഇത് മനസ്സ് പറയുകയാണ്, ആദ്യം ചെയ്തത് നീയാണ്, മറ്റത് മറ്റൊരാൾ. ആ ചിന്ത വരുമ്പോ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു. ഇങ്ങനെ അദ്ദേഹം പറയുന്നു, ഈ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ കർമ്മമോ കാലമോ ഒന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം, മനഃപരം കാരണമാവനെത്തി. മനസ്സാണ് എല്ലാ ദുഃഖത്തിന് കാരണം എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു. പിന്നെ സാഖ്യയോഗത്തെ, ആ അദ്വിതീയ ബ്രഹ്മത്തെ അറിയുന്ന സാഖ്യയോഗത്തെയും അവിടെ ഉപദേശിച്ചു. അതിനുശേഷമാണ് 3 ഗുണങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളിൽ
ആദ്യം നമുക്ക് സത്വഗുണത്തിലേക്കൊന്നും എത്താൻ സാധിക്കില്ല. രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് നിർഗുണഭാവത്തിലേക്കും എത്തുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താ? ഭഗവാനെ കുറിച്ച് പഠിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സത്വഗുണം കൂടുതൽ 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 പ്രകാശമാനമായിട്ട് തീരും. അതിൽ നിന്ന് നിർഗുണഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. ഭക്ഷണത്തില്, അതേപോലെ ചിന്തകളില് ഒക്കെ ഈ ഗുണങ്ങളുടെ വ്യത്യാസം ഉണ്ടാവുന്ന വളരെ കടുപ്പമേറിയ മാംസഭക്ഷണം, മദ്യം ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവര് തമോ ഗുണം പ്രധാനിക്കണം. രാക്ഷസന്മാരുടെ സ്വഭാവം, രാക്ഷസന്മാരൊക്കെയാണല്ലോ അങ്ങനെ ചെയ്തിരുന്നത്, അതേപോലെയുള്ള സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞ് ഇനി രജോ ഗുണാണെങ്കിലോ നല്ല കടുപ്പമുള്ള അല്ലെങ്കിൽ എരിവുള്ള പുളിയുള്ള വസ്ത്രങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക, അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം തോന്നുക, കടുപ്പമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം തോന്നി കഴിഞ്ഞാൽ അത് രജോ ഗുണമാണ് കുറച്ചുകൂടി. എന്നാൽ വളരെ ശാന്തമായി, വളരെ എരിവ് കുറവ്, പുളി കുറവ്, ഉപ്പ് കുറവ് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആളുകൾക്ക് സത്വഗുണ പ്രാധാന്യം. എന്നാൽ ഇതൊന്നുമല്ല, അതിനേക്കാളൊക്കെ താല്പര്യം ഭഗവാന് നിവേദിച്ച വസ്തുക്കളൊക്കെയാണ് എന്ന് തോന്നുന്ന ഒരാൾക്ക് അയാൾ നിർഗുണ ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന ആളാണ് എന്ന് മനസ്സിലാക്കാം. ഏകാന്തമായ വനപ്രദേശം സാത്വികമായ വാസസ്ഥലമാണ്. ഗ്രാമങ്ങൾ രാജസമായ വാസസ്ഥലമാണ്. ചൂതുകളി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, നേരത്തെ പറഞ്ഞു കലിയുടെ വാസസ്ഥലം, അതൊക്കെ രാജസമായിട്ടുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ ക്ഷേത്രം, ഭഗവാൻ പറയാണ്, എൻ്റെ അമ്പലങ്ങൾ ഏറ്റവും നിർഗുണമായിട്ടുള്ള വാസസ്ഥലമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോന്നിലും ആ ഗുണങ്ങളെ മനസ്സിലാക്കാം. പിന്നെ പുരൂരവസിന്റെ കഥ പറഞ്ഞു. പുരൂരവസ് ഉർവശിയെ തേടിപ്പോയ കഥ. പുരൂരവസിന്റെ ഈ കഥ ഐളഗീതം എന്നുള്ള രീതിയിലാണ് ഭാഗവതത്തിൽ കേൾക്കുന്നത്. ദ്വിജഗീത കേട്ടു, ഹംസഗീത, ദത്താത്രേയ ഗീത, ഐളഗീതം. ആ ഐളനാണല്ലോ പുരൂരവസായി മാറിയത്. ആ ഇളന്റെ മകനായതുകൊണ്ട് ഐളൻ, അതാണ് പുരൂരവസിന് അങ്ങനെ പേര് വന്നത്. അദ്ദേഹത്തിന്റെ പത്നിമാര് ദേവയാനിയും ശർമ്മിഷ്ഠയും. അവസാനം അദ്ദേഹത്തിന് വിരക്തി വന്നു. അങ്ങനെ ആ വിരക്തി വന്ന പുരൂരവസ്, യയാതിയുടെ പത്നിമാരാണ് ദേവയാനിയും ശർമ്മിഷ്ഠയും. പുരൂരവസിന്റെ പത്നി ഉർവശി. അപ്പൊ ഈ ഉർവശിയുടെ ആ സ്വരൂപ മാഹാത്മ്യത്തിൽ മോഹിച്ച് ഉർവശിയുടെ പിന്നാലെ നടന്ന് ഉർവശിയോടൊപ്പം ഗന്ധർവന്മാരുടെ അപ്സരസുകളുടെ ലോകത്തിലെത്തിയ അദ്ദേഹത്തിന് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിരക്തി വന്നു. ഉർവശിയുടെ പുറംഭാഗം കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഉർവശിയുടെ അകംഭാവത്തിലേക്ക്, അകത്തേക്ക് നോക്കാൻ തുടങ്ങി. അകംഭാഗത്തേക്ക്. അത് അദ്ദേഹത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കി. അദ്ദേഹവും അത് ബാഹ്യ ചക്ഷുസുകളെ കൊണ്ട് കണ്ടിരുന്നത് ആന്തരിക ചക്ഷുസുകളെ കൊണ്ട് കാണാൻ തുടങ്ങി. അപ്പൊ ആലോചിച്ചപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും മോശമായിട്ടുള്ള കുറെ വസ്തുക്കൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാംസപിണ്ഡം, അതിനെയാണ് ഞാൻ ഇത്രയും കാലം കൊണ്ടു നടന്നത് എന്നുള്ള തോന്നൽ അദ്ദേഹത്തെ വിരക്തനാക്കി മാറ്റി. അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തി. പിന്നീട് ഭഗവാൻ ക്രിയായോഗം എന്നുള്ള രീതിയിൽ ഭഗവാനുള്ള ആ പൂജാവിധികളെ കുറിച്ച് പറഞ്ഞു. എത്ര വർണ്ണിച്ചാലും എൻ്റെ പൂജാവിധികൾ തീരില്ല എന്നാണ്. എങ്കിലും പറയാം, വൈദികം, താന്ത്രികം, മിശ്രം, ഈ 3 തരത്തിലുള്ള പൂജാവിധികളുണ്ട്. അതാത് ശാസ്ത്രവിധിക്കനുസരിച്ച് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ ചെയ്ത് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പൂജ ചെയ്യണം. വിഗ്രഹത്തിൽ പൂജിക്കാം, നിലത്ത് പൂജിക്കാം, അതേപോലെ തന്നെ സൂര്യനെ കണ്ടുകൊണ്ട്, അഗ്നിയെ കണ്ടുകൊണ്ട്, ജലത്തിലോ ഹൃദയത്തിലോ ബ്രാഹ്മണനിലോ ഭഗവാനെ പൂജിക്കാം എന്ന് അവിടെ സൂചിപ്പിച്ചു. ഇനി കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹം, മരം കൊണ്ട്, ലോഹം കൊണ്ട്, നിലത്ത് മെഴുകി പത്മമിട്ട് നടത്തുന്ന പൂജാവിധികള്, ചിത്രം വെക്കുക, മണലുകൊണ്ട്, ഗോപികമാര് ആ ഭദ്രകാളിയുടെ സ്വരൂപം മണലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ പല ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ടും പൂജ നടത്താനായിട്ട് സാധിക്കും. അതൊക്കെ നല്ല ശക്തിയുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. നമുക്കൊക്കെ മനസ്സിനകത്ത് ഭഗവാൻ എന്ന് പറഞ്ഞ കണ്ണടച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒഴിച്ച് ലോകത്തിലെ സകല വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റും. ഭഗവാനെ മാത്രം കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? നിരന്തര സ്മരണയില്ല. എന്തിനെ കുറിച്ച് വിചാരിക്കണോ അതായി തീരും, അതിനെ കാണാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ ഭഗവാനെ പൂജിക്കാം. അങ്ങനെ പൂജിച്ചു കഴിഞ്ഞിട്ടോ, പൂജിച്ച്
ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കണം. എന്താ? ഭഗവാനെ, അടിയനെ ആ മരണമാകുന്ന മുതലയിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കണേ. പറയാണ്, ആ പ്രപന്നം പാഹിമാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൻ, എന്നെ ആ മുതലയിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. ഇവിടെ ഭഗവാന്റെ പൂജയ്ക്ക് എന്തൊക്കെ ചെയ്യാം? ഉപഗായൻ, ഗൃണൻ, നൃത്യൻ, കർമാണ്യ അഭിനയൻ മമ മൽക്കഥാ ശ്രാവയൻ ശൃണ്വൻ, ഇതൊക്കെയാവാം. ഭഗവാന്റെ പാട്ടുപാടാം, അതേപോലെ തന്നെ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, ആനന്ദ നൃത്തം ചെയ്യുക, അഭിനയിക്കുക, ഇതിലൊന്നും തെറ്റില്ല എന്നാണ്. ഭഗവാനായി മാറുക. ഭഗവാന്റെ വേഷമൊക്കെ കെട്ടാറുണ്ടല്ലേ രുക്മിണീശ്വരത്തിനും കൃഷ്ണാവതാരത്തിനൊക്കെ. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താ? ആ ഭഗവൻ സ്മരണ ഉണ്ടാവുക എന്നുള്ളതാണ് പരമ പ്രധാനം. വിഗ്രഹങ്ങൾ വെക്കണതും വിളക്ക് കൊളുത്തുന്നതും ഒക്കെ ഭഗവത് സ്മരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ എവിടെയൊക്കെ ഭഗവാന്റെ വിഗ്രഹം വെക്കാൻ സാധിക്കും അവിടെയൊക്കെ വയ്ക്കുക. എവിടെയൊക്കെ ഭഗവാന്റെ ചിത്രങ്ങൾ നോക്കാൻ പറ്റുമോ അത് സാധിക്കും, അത് ചെയ്യുക. അല്ലാതെ കണ്ണി കണ്ട ചിത്രങ്ങളും അതും ഇതൊന്നുമല്ല നമ്മുടെ വീടിനെ അലങ്കരിക്കേണ്ടത്. ഭഗവാന്റെ ചിത്രങ്ങൾ നമ്മൾ നേരെ വിപരീതമായിട്ടാണ്. ഭഗവാന്റെ ചിത്രം കോണിച്ചോട്ടിലോ എവിടെയെങ്കിലും ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. വലിയ വീട് പണിതു, 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, മുഴുവൻ അങ്ങോട്ട് മതിയായില്ല. അതുകൊണ്ട് എന്തുണ്ടായി? പൂജാമുറിക്ക് സ്ഥലമില്ല. ബാക്കി എല്ലാത്തിനും സ്ഥലമുണ്ട്. ഒരു 2 or 3 പേർക്ക്, 5 or 6 പേർക്ക് നിന്ന് കുളിക്കാൻ പറ്റിയ വലിയ ബാത്റൂം, ടബ്, അത് ഇതൊക്കെ ഉണ്ടാക്കി. പൂജാമുറിക്ക് മാത്രം സ്ഥലം കണ്ടെത്താൻ പറ്റില്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ഭഗവാൻ ഇങ്ങോട്ട് ഒന്നും പറയാത്തത് കൊണ്ട്, ഇങ്ങനെ ആളുകളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഭഗവാൻ വിചാരിച്ചത്? കോണിച്ചോട്ടിന്റെ അടിയിൽ ആരും കാണാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യം നമ്മൾ മറന്നു പോവുക എന്നുള്ളതാണ്. എവിടെയൊക്കെ സാധിക്കുമോ നമുക്ക്. പക്ഷേ സംശയമാണ്, കിഴക്കോട്ട് തിരിച്ചു വെക്കാൻ പാടോ, പടിഞ്ഞാട്ട് തിരിച്ചു വെക്കാൻ പാടോ, അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പാടോ, ഓടക്കോട് വെക്കാൻ പാടോ, അല്ലേ? പല സംശയങ്ങളാണ്. പിന്നെ ഭഗവാൻ ആ അർജുനന് ഉപദേശം നൽകുന്ന ചിത്രം തൂക്കിയിടാൻ പാടോ, അത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ കലഹം ഉണ്ടാവില്ലേ വീട്ടില് കലഹം ഉണ്ടാവുന്നതിന് ആ ചിത്രമോ ഭഗവാനോ ഒന്നും കാരണമല്ല. നമ്മുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമുണ്ടാകും. അടുത്ത് നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ കരൂപരീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ചോദിച്ച പോലെ. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക. ആ ചലിക്കുന്ന വിഗ്രഹങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അഷ്ടബന്ധമൊക്കെ ഇട്ട് ഉറപ്പിച്ച വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിൽ നിന്ന് ഭഗവത് ചൈതന്യത്തെ ആ വിളക്കിലേക്ക് ആവാഹിക്കുകയും തിരിച്ച് ഉദ്വസിക്കുകയൊക്കെ വേണം എന്നും അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ പൂജാവിധികളുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞു നമ്മൾ. ജ്ഞാനയോഗം, കർമ്മയോഗം, അതേപോലെ തന്നെ ഭക്തിയോഗം, ഇത് മൂന്നും ഒരേപോലെ ചേർന്നിട്ടുള്ളതാണ് ഈ ഭഗവത് പൂജാവിധികൾ എന്ന് പറയുന്നു. ആ പരമസത്യത്തിന്റെ പരമതത്വത്തെ കുറിച്ച് വേണ്ടതുപോലെ ഉദ്ധവന് ഭഗവാൻ ഉപദേശം കൊടുത്തു. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ഉദ്ധവൻ നമസ്കരിക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞു, യക്ഷോദ്ധവ, ഉദ്ധവ പൊക്കോളൂ ഇവിടുന്ന്. നിങ്ങളുടെ പോകേണ്ടത് ഉദ്ധവൻ ആ ബദരിയാശ്രമത്തിലേക്ക്, എൻ്റെ തന്നെ സ്ഥാനമായിരിക്കുന്ന ബദരിയാശ്രമത്തിലേക്ക് പോവുക. എല്ലാവരെയും എന്നെ പോലെ കണ്ടുകൊണ്ട് ആ അളകനന്ദയിൽ മുങ്ങിക്കുളിച്ചും കൊണ്ട് എൻ്റെ കഥകൾ കേട്ട്, എൻ്റെ കഥകൾ പാടി ഉദ്ധവ അവസാനം നീ എന്നിലേക്ക് തന്നെ എത്തിച്ചേരണം എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ആ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ എൻ്റെ ഉപദേശത്തെ വേണ്ട ആളുകൾക്ക്, ഭക്തിയുള്ള ആളുകൾക്ക് ഉപദേശിക്കണം. പിന്നെ ബ്രാഹ്മണൻ, ചണ്ടാളൻ, പിന്നെ പരമശാന്തനായിട്ടുള്ള ആള്, അതിക്രൂരനായിട്ടുള്ള ആള്, സൂര്യൻ, ഇനി വെറും തീപ്പൊരി, പരമശാന്തൻ, അതിക്രൂരൻ, ഇതിലൊക്കെ തന്നെ എന്നെ കാണാൻ കഴിയുന്ന ആള് എന്ന് വെച്ചാൽ സകല ചരാചരങ്ങളിലും എന്നെ കാണാൻ കഴിയുന്ന ആൾക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇത് ഉദ്ധവാനെ അങ്ങക്ക് ഉപദേശിച്ചു. സന്തോഷത്തോടു കൂടി പൊക്കോളൂ എന്ന് പറയുകയാണ്. ഉദ്ധവൻ കാക്കൽ വീടിങ്ങനെ നമസ്കരിച്ചു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അറിയേണ്ടത് അറിഞ്ഞു എന്നൊരു തോന്നലുണ്ട്. എങ്കിലും അങ്ങയെ വിട്ടുപിരിയാൻ എനിക്കിപ്പോഴും സാധിക്കണില്ല. ഈ സുദൃഢമായ സ്നേഹപാശത്തെ മുറിക്കാൻ എനിക്ക് സാധിക്കണില്ല. ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. നമോസ്തുതേ മഹായോഗി പ്രപന്ന മനുഷാധിമ യഥാ ത്വച്ചരണാംഭോജേ
രതിസ്യാ അനവായി. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. എങ്ങനെ? അവിടുത്തെ പാദപത്മങ്ങളിൽ അചഞ്ചലമായ ഭക്തി നിലനിൽക്കത്തക്ക വിധം, അപ്പൊ ആ അനപായിനിയായ നശിക്കാത്ത ഭക്തി ഉണ്ടാവാൻ പാകത്തിന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ഭഗവാൻ അവിടുന്ന് യാത്രയാക്കുന്ന ഉദ്ധവനെ നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ, നിറഞ്ഞ മനസ്സോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ ഉദ്ധവൻ നല്ലതായ യാത്രയാവുന്നു. ഉദ്ധവൻ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കും, നമസ്കരിക്കും, വീണ്ടും ഒന്നുകൂടി ഭഗവാന്റെ മുഖത്തേക്ക് നോക്കും, ഭഗവാൻ അനുജ്ഞ കൊടുക്കും, നടക്കും, വീണ്ടും തിരിച്ചു വരും, ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാം, നമസ്കരിക്കുക, വീണ്ടും വീണ്ടും പുനഃ അങ്ങനെ അവസാനം അവിടുന്ന് നിറ കണ്ണുകളോടെ അവിടുന്ന് യാത്രയാവുന്ന ഉദ്ധവൻ. ഗുരുവായൂരപ്പന്റെ മേശാന്തിമാരെ കുറിച്ച് പറയാറുണ്ട്. 6 മാസത്തെ മേശാന്തി സഭയിൽ കഴിഞ്ഞ് അത്താഴപൂജയും ശിവേലിയും കഴിഞ്ഞ് തൃപ്പുകയും തൊഴുത് പുതിയ മേശാന്തിയുടെ കയ്യിൽ ആ കാരുണ്യ ശ്രീകോവിലിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അകത്ത് കയറി ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് തിരിച്ച് ആ മുഖമണ്ഡപം കടന്ന് സോപാനത്തിലേക്ക് വലത് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സൊന്ന് വല്ലാതെ ഒന്ന് ഇടറും. എന്താ ഇനി എന്നാണ് എന്നറിയില്ല. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനുമൊക്കെ എത്രയോ ഉപരിയായിട്ടായിരിക്കാം ആ ഉദ്ധവൻ വിചാരിച്ചിട്ടുണ്ടാവുക. ഭഗവാന്റെ അടുത്ത് നിന്നുള്ള ആ യാത്ര ബദരിയാശ്രമത്തിൽ ഭഗവാനെ ഭജിച്ചും കൊണ്ട് കഴിയുന്നു. ശ്രീ പുരുഷ വൃഷഭമാദ്യം കൃഷ്ണസത്യം തഥാസ്മി എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു, സംസാരത്തെ, ജനാധികൃതമായിരിക്കുന്ന ഭയത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ വേദസാരമായ ജ്ഞാനവിജ്ഞാനങ്ങളെ പൂക്കളിൽ നിന്ന് തേൻ വണ്ട് എടുക്കുന്നത് പോലെ ആ സാരത്തെ എടുത്ത് അത് ഭൃത്യന്മാരെ അർജുനൻ, ഉദ്ധവൻ തുടങ്ങിയ പല ഭക്തന്മാർക്കും ഭഗവാൻ പാനം ചെയ്യിപ്പിച്ചു. ആ ശ്രീകൃഷ്ണ സ്വരൂപനായ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സമർപ്പിക്കുകയാണ്. പിന്നീട് യാദവവംശത്തിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞു. അവര് പ്രഭാസ തീർത്ഥത്തിൽ അവർ വന്നുവെങ്കിലും അവർ പരസ്പരം തല്ലുകൂടി വാരുണി മദ്യം സേവിച്ച് മതോന്മത്തരായി അവരങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി. എന്തിന്? രാമകൃഷ്ണന്മാർക്ക് നേരെ വരെ ആയുധം അവർ പ്രയോഗിച്ചു. അവസാനം അവരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വന്നു. സകലതും നശിച്ചു. ശ്രീകൃഷ്ണന്റെ സങ്കല്പം മനസ്സിലാക്കിയ ആ ബലരാമസ്വാമി തന്റെ സ്വരൂപത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ്. സമുദ്രതീരത്ത് ഈശ്വരനെ ധ്യാനിച്ച് തന്റെ ആത്മാവിനെ, ആത്മാവിനെ പരമാത്മാവായ ഭഗവാനിൽ യോജിപ്പിച്ച് തന്റെ മനുഷ്യനാട്യത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ഭഗവാൻ അവിടുന്ന് മെല്ലെ നടന്നു സരസ്വതി നദിയുടെ തീരത്തെത്തി തന്റെ കൽത്തുറുമ്പിനകത്തമ്മ കണികണ്ട ആ ദിവ്യ സ്വരൂപം, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചുകൊണ്ടുള്ള സ്വരൂപത്തോടു കൂടി അരയാലിന്റെ താഴെ ഭഗവാൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു. കണ്ണുകൾ അടച്ച് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാലം മറ്റേ കാലിന്റെ മുകളിലേക്ക് വെച്ചപ്പോ ആ പാദങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ കാട്ടാളന് അത് ഒരു മാനിന്റെ മുഖമാണെന്ന് തോന്നി. അമ്പെയ്ത കാട്ടാളൻ ഓടി വന്ന് നോക്കുമ്പോ അൻപിന്റെ, കാരുണ്യത്തിന്റെ ആ പരിപൂർണ സ്വരൂപമായ ഭഗവാനെ കണ്ട് വീണ് നമസ്കരിച്ചു, ക്ഷമ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇതും എന്റെ സങ്കല്പമാണ്, നീ ആ വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് വിഷ്ണുപാർഷദന്മാരോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞേക്കുന്നു. ആ സമയത്ത് ദാരുകൻ വരുന്നു. ദാരുകൻ ഭഗവാന്റെ ആ തുളസിമാലയുടെ ഗന്ധം അന്വേഷിച്ച് വന്നു. ഭഗവാനെ കണ്ടു വീണ്ടും നമസ്കരിച്ചു. അതേസമയം ഭഗവാന്റെ തേരും അതേപോലെ തന്നെ കുതിരകളും ആയുധങ്ങളും ഒക്കെ ആകാശവീതിയിലേക്ക് ഉയർന്നു പൊങ്ങി. ദാരുകനോട് ഭഗവാൻ പറഞ്ഞു, ദ്വാരക ഇന്നേക്ക് 7-ാം നാൾ വെള്ളത്തിനടിയിലാവും. അവിടെ ബാക്കിയുള്ളവരോടൊക്കെ അർജുനന്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറയൂ എന്ന് പറഞ്ഞ് ദാരുകനെയും അവിടുന്ന് പറഞ്ഞയക്കുന്നു. ദാരുകൻ ഭഗവാനിൽ നിന്ന് നോക്കി വീണ്ടും നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ പാദങ്ങൾ ശിരസിൽ വെച്ച് അവിടുന്ന് ദ്വാരകാപുരിയിലേക്ക് യാത്രയായെന്ന് പറയുന്നു. പിന്നീട് തന്റെ അവതാര രംഗം നേരിട്ട് കാണാൻ ഭാഗ്യമില്ലാത്ത ആ
ദേവസമൂഹത്തിന് ബ്രഹ്മാവ്, മഹാദേവൻ, ദേവേന്ദ്രൻ തുടങ്ങിയവർക്കൊക്കെ തന്റെ സുധാത്മഗമനം കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ പത്മനേത്രയെ നിയമീകരിക്കും. തന്റെ പത്മനേത്രങ്ങളെ, താമരക്കണ്ണുകളെ മെല്ലെ അടച്ചു ഭഗവാൻ. അതോടുകൂടി 125 വർഷക്കാലത്തെ ഭഗവത് ലീലകൾ അവിടെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ തെളിഞ്ഞ് കത്താൻ തുടങ്ങി. ഭഗവാനാകുന്ന ആ ഭദ്രദീപം ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭാഗവതമായി, അക്ഷരദീപമായി ഇന്നും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ, ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ, ഇവിടെ നിന്നും ഈ ഉത്തര ഭാരതത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിലെത്തി ഗുരുവിനാലും വായുവിനാലും പ്രതിഷ്ഠിക്കപ്പെട്ടതുകൊണ്ട് ഗുരുവായൂരപ്പനുമായി മാറിയ ആ കാരുണ്യ സ്വരൂപൻ വീണ്ടും തന്റെ കാരുണ്യം ലോകത്തിന് പകരാൻ വേണ്ടി ഇവിടെ എത്തി ഈ ഉത്തര ഗുരുവായൂരപ്പനായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉത്തമ ഗുരുവായൂരപ്പനായി നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കും ഇപ്പോൾ നമസ്കരിക്കാം. ഇനി മാർക്കണ്ഡേയന്റെ കഥയാണ് 3 അധ്യായങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ആ ഭാഗം പാരായണം ചെയ്ത് അതിൻ്റെ പ്രഭാഷണം നടത്തിയതിനു ശേഷം നമുക്ക് 11ാമത്തെ അധ്യായം പാരായണം ചെയ്ത് തുടർന്ന് ആ മനനാധ്യായം, മംഗളാധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.